ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തിരുക്കുറളിൻ്റെ പുതിയൊരു അധ്യായമായിട്ടാണ് ഇന്ന് നമ്മൾ എല്ലാവരും ചേർന്ന് വന്നിരിക്കുന്നത്. തമിഴ് വേദം, ദിവ്യഗ്രന്ഥം എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന തിരുക്കുറള് 133 അധ്യായങ്ങളിലായി 1330 കുറളുകളുണ്ട്, ഇരടികളുണ്ട് എന്ന് നമ്മൾ കൃത്യമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതിനകത്ത് തന്നെ ഓരോ അധ്യായത്തിന് തനതായ വിഷയം സൂചിപ്പിക്കുന്ന പേരുകൾ നൽകിയിട്ടുണ്ട്. ദൈവസ്തുതി, സന്യാസം, ധർമ്മം എന്നിങ്ങനെ തിരുക്കുറളിനെ അറം, പൊരുൾ, ഇൻപം എന്നിങ്ങനെ മൂന്നായി വിഭജിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ അധ്യായങ്ങൾ എന്ന് നമ്മൾ ചിന്തിക്കുമ്പം ദൈവസ്തുതി, ആകാശമഹിമ, സന്യാസം എന്നിങ്ങനെ തുടങ്ങി കീർത്തി, കാരുണ്യം, മാംസവർജനം വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ഇന്ന് നമ്മൾ തിരുക്കുറളിൻ്റെ പ്രകരണം, ധർമ്മമാർഗത്തിലെ സന്യാസാശ്രമം, അധികാരം 22-ാമത്തെ അധ്യായം. കൂടാവൊഴുക്കം, അനാചാരം, നിഷിദ്ധാചാരം, 28 ഡെസിറ്റ്. അപ്പം ഇതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം നമ്മളെ നയിക്കുന്ന ആദിഭഗവാൻ സാറിനെയും. ആദിഭഗവാൻ സാർ, യു ആർ വെൽക്കം. ഓക്കെ സാർ, താങ്ക് യു സാർ. ഇന്ന് നമ്മൾ ഒഴുക്കം എന്ന അധികാരത്തെ കുറിച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. കുറൾ 271 വഞ്ചമനത്താൻ പഠിച്ചൊഴുക്കം ഭൂതങ്ങൾ ഐന്തും അകത്തേ നകും. ഇതിന്റെ അർത്ഥം എന്താ? തമിഴിൽ തന്നെ ആദ്യം പറയാം. ஒழுக்கசீலரை போல உலகத்தை ஏமாற்றும் வஞ்சகரை பார்த்து அவரது உடலில் கலந்துள்ள நிலம், நீர், தீ, காற்று, வெளி எனப்படும் പഞ്ചഭൂതങ്ങളും തമക്കുൾ ചിരിത്തുകൊള്ളും. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഉടൽ, എല്ലാവരുടെ ഉടലെയും പഞ്ചഭൂതങ്ങൾ, അതായത് നീർ, നിലം എല്ലാം ഉണ്ട്. അപ്പം ഒഴുക്കമില്ലാതെ പറ്റിക്കുന്ന ആൾക്കാരെ നോക്കി അവന്റെ ബാഡിയിലുള്ള ഈ പഞ്ചഭൂതങ്ങൾ തന്നെ ചിരിക്കും എന്നാണ് വള്ളുവർ പറയുന്നത്. ഓവർ. ജോഷി സർ. ഓക്കെ. തിരുക്കുറൾ പഠന പരമ്പര, അധികാരം 28, അധ്യായം 28. ഈ ഭാഗം സന്യാസാശ്രമ വിഭാഗത്തിൽ പെടുന്നു. ധർമ്മ മാർഗമാണ്. കൂടാവൊഴുക്കം എന്നാണ് തമിഴിൽ ഇതിന്റെ ഹെഡിങ്. അതിനെ മലയാളീകരിക്കുമ്പോൾ കാപഢ്യം, കുടിലത, ചതി, തട്ടിപ്പ് എന്നൊക്കെയുള്ള പദങ്ങൾ ഉപയോഗിക്കുന്നു. ഡിസീറ്റ് എന്ന് ഇംഗ്ലീഷിൽ, ഇംപ്രോപ്രിയറ്റി എന്നുള്ള മറ്റൊരു പദവും ഞാൻ ഒരിടത്ത് കാണുകയുണ്ടായി. കുറൽ 271 വഞ്ച മനത്താൻ പഠിച്ചൊഴുക്കം ഭൂതങ്ങൾ ഐന്തും അകത്തേ നകും. അതിൻ്റെ മലയാളത്തിലെ ശ്ലോകം: വഞ്ചകൻ തൻ അനാചാരത്തിൽ ഭൂതങ്ങൾ 5 തന്നുള്ളാൽ ചിരിക്കും. അതിനെ ഇപ്രകാരം വിശദീകരിക്കാൻ പറ്റും: ചതിയുടെ, വഞ്ചനാപരമായ മനസ്സിന്റെ അപകടകരമായ കള്ളപ്പെരുമാറ്റം നമ്മുടെ ഉള്ളിലെ പഞ്ചഭൂതങ്ങളാൽ പരിഹസിക്കപ്പെടും. ധാരാളം പറ്റിക്കലുകൾ ഇന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ ഏറ്റവും അവസാനം, ഞാൻ ഇന്ന് ഇതിന് തൊട്ട് മുമ്പ് ചുമ്മാ നോക്കിയപ്പോൾ SBIയുടെ യോനോ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കുറെ പൈസ അനുവദിച്ചിരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ താഴെ തന്നെ അവരൊരു ആപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ആ പൈസ അങ്ങ് വരും എന്നാണ് പറഞ്ഞത്.
ഇങ്ങനെ ഓരോന്നും. ഇത് ലോകത്തിൽ ഒരുപാട് തട്ടിപ്പുകളുണ്ട്. ഇതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ ചിലര് പെട്ടുപോകുന്നു. എന്നാൽ ഈ ശ്ലോകം നമ്മെ പഠിപ്പിക്കുക, ഇങ്ങനെ ചെയ്യുന്നവർ എക്കാലവും വിജയിക്കില്ല. ഇതാണ് നമുക്കുള്ള സന്ദേശം. എക്കാലവും വിജയിക്കില്ല. അവര് എന്നെങ്കിലും പെടും. അതാണ് പഞ്ചഭൂതങ്ങളാൽ അവർ തളയ്ക്കപ്പെടും, പിടിക്കപ്പെടും. അത് നമുക്ക് കേൾക്കാനും മനസ്സിലാക്കാനുമുള്ളത്, യാതൊരു കാരണവശാലും നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യില്ല. ആരെയും അങ്ങനെ കൊടുക്കുകയില്ല. വേദപുസ്തകത്തിലേക്ക് വന്നാൽ ചതിയുടെ കഥകൾ പലതുണ്ട്. നേരെ തന്നെ ബൈബിൾ സൂചിപ്പിക്കുന്നുണ്ട്. തുടക്കം തന്നെ കായേനും ആബേലും ഒരു ചതിയുടെ കഥയിലൂടെയാണ് തുടക്കം തന്നെ. അതിൻ്റെതായ ശിക്ഷ മനുഷ്യന് ദൈവം നൽകുന്നു എന്ന് പറയുന്നു. അത് ഈ പറയുന്ന പഞ്ചഭൂതങ്ങളാൽ ഉണ്ടാകുന്ന വിനകളാണ്. പലതുണ്ട്. അവന്റെ അധ്വാനത്തെ കുറിച്ച് പറയും. അവൻ ക്ലേശിച്ച് പിന്നെ മക്കൾക്ക് ജന്മം നൽകേണ്ടി വരും. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ദൈവം നേരിട്ട് വന്ന് ശിക്ഷിക്കുകയല്ല, പ്രപഞ്ച ശക്തികൾ ശിക്ഷിക്കും. പിന്നെയും പറയുന്നുണ്ട്, ഞാൻ എല്ലാം മറ്റും പറയുന്നില്ല, യാക്കോബിന്റെയും ഏസാവിന്റെയും കഥ മറ്റൊരു ചതിയാണ്. കടിഞ്ഞൂൽ അവകാശം നേടിയെടുക്കാൻ വേണ്ടി ഇങ്ങനെ ധാരാളം കഥകൾ ബൈബിളിലുണ്ട്. അതിനെല്ലാം സാരോപദേശങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ചെയ്താൽ വിശകുകളുണ്ട്. ഇനിയും പുരാണങ്ങളിലേക്ക് കടന്നാൽ ധാരാളം ഉണ്ടല്ലോ, പലർക്കും അതറിയാം. അതുകൊണ്ട് നമുക്ക് ഈ ശ്ലോകം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ചതിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, കാപട്യത്തിൽ നിന്നും മുക്തമാക്കാം. എല്ലാവർക്കും ദൈവാനുഗ്രഹം അതിലൂടെ ഉണ്ടാകട്ടെ. ഓവർ. Thank you, sir. Tirukkural chapter 28, impropriety means improper conduct. George Uglow published Tirukkural English translation and commentary in 1886. Tirukkural chapter 28 from that is improper conduct emphasizes the importance of avoiding harmful speech. It is about the greatness of ascetics and the power of words. This Quran highlights that even seemingly private words can have far-reaching consequences. It cautions against engaging in harmful speech, such as slander, spreading false or malicious rumors about others, gossip, sharing private or sensitive information about others without their consent, insult, using harsh or abusive language towards others, criticism, offering unsolicited or negative criticism in a hurtful manner. The Quran suggests that true nobility lies in maintaining ethical communication even in private settings. It encourages us to be mindful of the impact of our words and to choose our words carefully to avoid causing harm to others. Thus, the Tirukkural emphasizes the importance of careful word choice, aligning with principles found in various religious texts. For instance, the Bible encourages truthful and constructive communication, while the Quran promotes kind and considerate speech. Quran 271, who with a deceitful mind in false way walks into covered sin. The fivefold elements his frame compose decide within. Tirukkural explores the concept of hypocrisy. The feigned virtue of a deceitful mind is ridiculed by the five elements within. This Quran highlights the internal conflict and self-condemnation experienced by a person
who pretends to be virtuous while harboring deceitful intentions. The five elements earth, water, fire, air, and space are seen as symbolic of the human body and mind. The Quran suggests that even the very components of the hypocrites being mock their false piety, key takeaways. True virtue comes from within, and outward displays of righteousness cannot mask inner deceit. Hypocrisy ultimately leads to self deception and inner turmoil. Seeing the falsehood of the cheat, five elements inside him too may ridicule. The five elements of his body will laugh within him at the feigned conduct of the deceitful minded man. Thank you, sir. സാറേ ഈ 5 എലമെന്റ്സ് എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങളാണ്. പഞ്ചഭൂതങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, ഇന്ദ്രിയങ്ങൾ. പഞ്ചേ യെസ്. 272. കുറൾ 272. வானுயர் தோற்றம் எவன் செய்யும் தன் நெஞ்சம் தான் அறி குற்றப்படின். ഇതിന്റെ തമിഴ് മീനിങ്, தன் மனத்திற்கு குற்றம் என்று தெரிந்தும் கூட அதை செய்பவர் துறவுக்கோலம் பூண்டிருப்பதால் எந்த பயனும் இல்லை. തന്റെ മനസ്സിന് തെറ്റ് എന്ന് അറിഞ്ഞിട്ടും ആ കാര്യം ചെയ്യുന്നവൻ സന്യാസി വേഷം ധരിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നാണ് കുറൾ പറയുന്നത്. വാനുയർ തോറ്റം ഏവൻ ചെയ്യും നെഞ്ചന്തം താൻ അറി കുറ്റപ്പരിൻ. വാനുയർ തോറ്റവും നിഷ്ഫലം തൻ നെഞ്ച് താൻ അറിഞ്ഞിരുന്നായിക ചെയ്യിപ്പിൻ. നമ്മളുടെ അറിവ് അത് കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എത്ര പ്രാഗൽഭ്യമുള്ള ആളാണെങ്കിലും അത് നിഷ്ഫലമായി പോകുമെന്നാണ് പറയുന്നത്. നമുക്കെല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഒരു സന്യാസത്തിൻ്റെ തലത്തിലാണ്, അല്ലേ? ഒരു ഗാർഹസ്ഥ്യം, സന്യാസം എന്നൊക്കെ പറയുന്ന ആ തലങ്ങൾ തീർച്ചയായിട്ടും നമ്മളിലുണ്ട്. തീർച്ചയായിട്ടും ഇതിനൊക്കെ കൃത്യമായിട്ട് ഇതിനെ മെഷർ ചെയ്യുന്നത് നമ്മുടെ അറിവാണ്. അറിവ് മാത്രമല്ല, ഈ അറിവ് പ്രകടിപ്പിക്കാനുള്ള ഒരു വിവേകവും. അപ്പം ഇത് എത്രമാത്രം നമുക്കുണ്ടോ അത്രമാത്രം പ്രയോജനകരമായി നമ്മൾ സമൂഹത്തിൽ, നമ്മളിലും നമ്മുടെ ചുറ്റുപാടുകളിലും കൃത്യമായിട്ട് ഉപയോഗിക്കുന്നില്ല എങ്കിൽ എത്ര ഉയർന്നവനാണെങ്കിലും സന്യാസിയാണെങ്കിലും സന്യാസത്തിൻ്റെ ആ മഹിമ നിലനിൽക്കുമ്പോൾ അതുകൊണ്ട് പ്രയോജനമില്ലാതാകുന്നു എന്നാണ് 272 കുറൾ നമ്മളോട് പറയുന്നത്. ജോർജ് സർ. താങ്ക് യു സർ. കുറൾ 272. വാനുയർ തോറ്റം എവൻ ചെയ്യും തന്നഞ്ചം താൻ അറി കുറ്റപ്പടീൻ. If sense of guilt exists, what use of sky high fame? What avails an appearance of sanctity high as heaven if his mind suffers the indulgence of conscious sin? Thank you, sir. Over. 273. കുറൾ 273. வலியில் நிலைமையான் வல்லுருவம் பெற்றம் புலியின் தோல் போர்த்து மேய்ந்தற்று. மனத்தை அடக்க முடியாதவர் துறவுக்கோலம் பூணுவது பசு ஒன்று புலித்தோலை போர்த்தி கொண்டு பயிரை மேய்வது போன்றதாகும். മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്തവൻ സന്യാസി വേഷം ധരിക്കുന്നത് പശു കടുവയുടെ തോലെടുത്ത് കടുവയുടെ വേഷം ധരിച്ച് പുല്ല് മേയുന്നത് അതിന് സമാനമാണ് എന്നാണ് വള്ളുവർ പറയുന്നത്. താങ്ക് യു സർ. അധികാരം 28 കൂടാവൊഴുക്കം അനാചാരം. പാർട്ട് 1 ധർമ്മ അല്ലെങ്കിൽ ഡിഫീറ്റ് എന്ന ഒരു പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. താപസവൃത്തിയിൽ പ്രവേശിക്കുക എന്നാൽ കൈവടിഞ്ഞു പോന്ന ഭൗതിക സുഖങ്ങളെ ചൊല്ലി മനസ്സ് സംഭ്രാന്തമാവുക, തപസ്സും കാമമോഹങ്ങളും ഒപ്പം കൊണ്ടുപോകാൻ വേണ്ടി ആത്മവഞ്ചന നടത്തുക, ഇതത്രേ അനാചാരം
എന്ന പേരിൽ ഈ അധികാരത്തിൽ ചിന്തിക്കുന്നത്. തപസ് സംശുദ്ധവും നിസ്വാർത്ഥവുമായ ഉപാസനയായിരിക്കണം. ആ നിർബന്ധത്താലാണ് തപസ്സിന്റെ തൊട്ടടുത്ത അധികാരമായി ഇത് നിബന്ധിച്ചിരിക്കുന്നത്. ഖുറൽ 273. വലിയിൽ നിലൈമയ്യാൻ വല്ലുരുവം പെറ്റം പുലിയിൻ തോൽ കോർത്തും എഴുതേറ്റു. വലിമയില്ലാത്തവന്റെ വേഷം പുലിത്തോലിട്ട് അയൽമേയും പയ്യനെ പോലെ. പാവം പശു, അതിനെന്ത് കഴിയും? വേലി ചാടാൻ പുറപ്പെട്ടാലോ? കോലുകൊണ്ട് മരണം. അടുത്ത പുരയിടത്തിലെങ്ങാൻ കടന്നു കയറി വിളവ് തിന്നാലോ? അവർ പിടിച്ചു കെട്ടിയിടും, തല്ലും, വഴക്കും വക്കാണവുമാകും. പശുവിനെ ആർക്കാണ് ഭയം? എന്നാൽ അതല്ല പുലിയുടെ ഗമ. പേര് കേട്ടാൽ തന്നെ ആരും പേടിക്കും. എവിടെ കടന്നു കയറിയാലും എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും ആരും ചോദിക്കാൻ വരില്ല. കാരണം എന്താണ്? ഭയം തന്നെ. ജീവനിൽ കൊതിയില്ലാത്തവർ ആരാണുള്ളത്? ഈ താരതമ്യത്തിലാണ് കപട സന്യാസിമാരുടെ അപഥസഞ്ചാരത്തെ തിരുവള്ളുവർ എന്ന അനശ്വര കവി വിമർശിക്കുന്നത്. പശു പുലിയുടെ തോൽ പുതച്ചുകൊണ്ട് അയൽപ്പറമ്പുകളിൽ യഥേഷ്ടം വിഹരിക്കുന്നു. കപടവേഷം രക്ഷാകവചമാകുന്നു. പുലിയാണെന്ന് ധരിച്ച് പശുവിന് നേരെ ആരും അടുക്കാത്തതുപോലെ സന്യാസിയാണെന്ന് തെറ്റിദ്ധരിച്ച് വിടവർത്തി നടത്തുന്നവനെ ആരും തിരിച്ചറിയില്ല. അതാണ് ധൈര്യം. പുറത്തു വരുന്ന വാർത്തകൾ കുറവാണെങ്കിലും പുറം ലോകം അറിയാത്ത ഇത്തരം വാർത്തകൾ ഇക്കാലത്ത് എത്രയേറെ. ഇന്ദ്രിയ നിഗ്രഹം സാധിച്ചിട്ടില്ലാത്തവർക്ക് സുഖഭോഗങ്ങൾ യഥേഷ്ടം അനുഭവിക്കാൻ സൗകര്യപ്രദമായ ഒരു വേഷം അത്രേ സന്യാസം. ശാന്തവും നിഷ്കളങ്കവുമായ മനസ്സ് കർണാശ്രമം പോലെ പവിത്രമാണ്. ശ്രീബുദ്ധൻ ഇപ്രകാരം പറയുന്നു: മനസ്സാണ് എല്ലാം, എല്ലാം മനസ്സിലാണ്. മനസ്സിലുള്ളത് എവിടെയുമുണ്ട്, മനസ്സിലില്ലെങ്കിൽ ഒരിടത്തുമില്ല. നന്മയും തിന്മയും സൃഷ്ടിക്കുന്നത് മനസ്സാണ്. മനോമാത്ര സിദ്ധാന്തം എന്നൊരു ചിന്താ പദ്ധതി അദ്ദേഹം ആവിഷ്കരിക്കുകയായിരുന്നു. വലിമയില്ലാത്തവന്റെ വേഷം പുലിത്തോലിട്ട് അയൽമേയും പയ്യനെ പോലെ. താങ്ക് യു സർ. Verse 273. As if a steer should graze wrapped round with the tiger's skin, it show off virtuous might when weakness lurks within. The assumed appearance of power by a man who has no power to restrain his senses and perform austerity is like a cow feeding on grass covered with a tiger's skin. This Qural is a Tamil proverb that translates to "the wise man is like a mirror." It is a metaphorical expression that emphasizes the importance of self-reflection and introspection in personal growth and development. The proverb suggests that just as a mirror reflects one's physical appearance, a wise person reflects on their own thoughts, actions, and experiences to gain self-awareness and improve themselves. It encourages individuals to be introspective and to learn from their mistakes and successes. The 273 Qural is a valuable piece of wisdom that can be applied to various aspects of life, from personal relationships to professional endeavors. It reminds us that true wisdom lies in self-knowledge and the ability to learn from our own experiences. Putting on saint's attire by who does not have self-restraint is like cow grazing with tiger's skin on. Thank you, sir. 274. குறள் 274. தவமறைந்து அல்லவை செய்தல் புதல் மறைந்து வேட்டுவன் புல் சிமிழ்த்தற்று. புதரில் மறைந்து கொண்டு வேடன் பறவைகளை கண்ணி வைத்து பிடிப்பதற்கும் தவக்கோலத்தில் இருப்பவர்கள் தகாத செயல்களில் ஈடுபடுவதற்கும் வேறுபாடு இல்லை. വേടൻ പറഞ്ഞ വേട്ടുവൻ. വേട്ടുവൻ ഒളിഞ്ഞു നിന്ന് പക്ഷികളെ പിടിക്കുന്നത് പോലെയാണ് തപസ് അനുഷ്ഠിക്കുന്നവർ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ മലയാളം.
ശ്രീകുമാരി മാം. தவம் மறைந்து அல்லவை செய்தல் புதல் மறைந்து வேட்டுவன் புல் சிமிழ்ந்தற்று. തപമറവില വിഹിതം ചെയ്തൽ ഒളിവേട്ടുവൻ കിളികളെ വീഴ്ത്തുന്നത് പോലെ. എന്ന് വെച്ചാല് മുനിവേഷത്തിൽ സഞ്ചരിച്ച്, സന്യാസി വേഷത്തിൽ, കപട സന്യാസിയെ പറ്റിയാണ് ഇവിടെ സൂചിപ്പിച്ചത്. സഞ്ചരിച്ച് അധർമ്മം ചെയ്യുന്നത് കൊണ്ട് അത് ഏതിനെ ആണ് ഉപമിച്ചിരിക്കുന്നത്? പാവകളെ പിടിക്കുന്ന വേടനെ പോലെ നിന്ദ്യനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ളവർ എത്ര തന്നെ ധർമ്മം ചെയ്താലും അവർക്ക് ഒരു സന്യാസിയാകാൻ കഴിയുകയില്ല. അവരുടെ ശ്രദ്ധ ലൗകിക വഴികളിലൂടെ ആയിരിക്കും. അധർമ്മ പ്രവൃത്തികൾ ചെയ്യുകയാണ് അവർ. ആരും കാണാതെ പക്ഷികളെ പിടിക്കുന്ന വേടന് തുല്യം നിന്ദിതമാണ് അവരുടെ പ്രവൃത്തി. ലോക ജീവിത കർമ്മവാസനകൾ നശിക്കാത്ത ഒരുവൻ ജ്ഞാനനിഷ്ഠയിൽ പ്രാധാന്യമുള്ള ഋഷിയായി വരിക്കാൻ യോഗ്യനല്ല എന്നാണ് പുസ്തകത്തിൽ പറയുന്നത്. താങ്ക് യു സാർ. ജോർജ് സാർ. സാർ അൺമ്യൂട്ട്. കേൾക്കുന്നില്ല. Doing false masquerading in saint's dress is like hunter spreading net for birds, himself hiding in bushes. തവം മറൈന്തു അല്ലവൈ ചെയ്തൽ പുതൽ മറൈന്തു വേട്ടുവൻ പുൽ ചിമിഴ്ത്തറ്റു. പവർ സർ. 275. குறள் 275. பற்றற்றேம் என்பார் படிற்றொழுக்கம் எற்றென்று ஏதம் பலவும் தரும். எத்தகைய செயல் புரிந்து விட்டோம் என்று தமக்குத்தாமே வருந்த வேண்டிய துன்பம் பற்றுக்களை விட்டுவிட்டதாக பொய் கூறி உலகை ஏமாற்றுவோருக்கு வந்து சேரும். അതായത് ഇത് എഗൈൻ സന്യാസി വേഷം ധരിക്കുന്നവനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ എല്ലാം എനിക്ക് ആശ ഒന്നുമില്ല, ബുദ്ധൻ പറയുന്നത് പോലെ എല്ലാം ഞാൻ വേണ്ടാന്ന് വെച്ചു എന്ന് തെറ്റായിട്ട് പറയുന്നവൻ തനക്കുത്താനെ, അതായത് സെൽഫായിട്ട് തുன்பം എന്ന് വെച്ചാൽ കഷ്ടം വരുത്തി വെക്കുന്നത് എന്നാണ് വള്ളുവർ പറയുന്നത്. പറ്ററ്റേം என்பார் പഠിറ്റൊഴുക്കും എന്റേതും ഫലവും തരും. പറ്ററ്റരെന്നോതി പിഴകൾ ചെയ്തുവോർക്ക് നിത്യദുരിതങ്ങളെ നൽകും. നമുക്കെല്ലാവർക്കും അറിയാം, ഭക്തി അഭിനയിക്കുക എന്ന് പറയും. ശ്രേഷ്ഠമായ തലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞാൻ ചെയ്യുന്നതെല്ലാം നല്ലതാണ്, നല്ല കാര്യങ്ങളെ ഞാൻ പറയൂ, ഞാൻ പെർഫെക്റ്റ് ആണ് എന്നൊക്കെ പറയുന്ന വ്യക്തികൾ പക്ഷെ അവരുടെ ധർമ്മം, അവരുടെ പ്രവൃത്തി തെറ്റായി പോകുമ്പോൾ അവർക്കത് നിത്യദുരിതമായി മാറും. ഒരുപക്ഷെ ഇപ്പോഴല്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ആ ഇരുന്ന പൊസിഷനും ആ അവസ്ഥയുമെല്ലാം മാറി ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് താഴ്ന്നു പോകാം. ചിന്തയും പ്രവൃത്തിയും അതെപ്പോഴും ഒരേ രീതിയിലായിരിക്കണം. ചിന്തിക്കുന്നത് തന്നെ പ്രവർത്തിക്കാൻ പറ്റണം. പ്രവൃത്തി മറ്റൊരു രീതിയിലും ചിന്ത മറ്റൊരു രീതിയിലും ആകുന്ന രീതിയിൽ, മിക്കവാറും അത് പ്രൈസ് ചെയ്യുക എന്നൊക്കെ പറയും, നമ്മൾ സ്തുതി പാടുക എന്നൊക്കെ പറയുന്ന രീതിയിൽ. അപ്പോൾ ഇവിടെ എപ്പോഴും അങ്ങനെയുള്ളവർക്ക് നിത്യദുരിതമാണ്. നിത്യദുരിതം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, പിൽക്കാലത്ത് അതിൻ്റെ യഥാർത്ഥ സമയത്ത് അതിഭയങ്കരമായ കുറ്റബോധത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ, സ്വസ്ഥതയില്ല, ആരും ചേർന്ന് നിൽക്കുന്നില്ല, എല്ലാവരുടെ മുമ്പിൽ അവമാനിക്കപ്പെട്ട അവസ്ഥ, ഇങ്ങനെയൊക്കെ വരുന്ന ഒരു സാഹചര്യം. അപ്പോൾ നമ്മളൊരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ, അത് ഏത് പൊസിഷനാണെങ്കിലും, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, അവിടെ നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ചിന്തകളും, നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളും പ്രവൃത്തിയും ഒരേ തരത്തിലല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് ദുരിതങ്ങൾ വരുത്തി വയ്ക്കുമെന്ന് കൃത്യമായിട്ട് 275 ഈ ഇരടികളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. റോയ് സാർ ഇല്ല അല്ലേ? ഓക്കെ.
The false practice of those claiming of detachment will create woes of what to do and which to do with regret. 276. குறள் 276. நெஞ்சின் துறவார் துறந்தார் போல் வஞ்சித்து வாழ்வாரின் வன்கணார் இல். உண்மையிலேயே மனதார பற்றுகளை துறக்காமல் துறந்தவரைப் போல் வாழ்கின்ற வஞ்சகர்களை விட இரக்கமற்றவர் யாரும் இல்லை. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എല്ലാ ആശകളും ഞാൻ കളഞ്ഞു, ഞാൻ ഒരു ശുദ്ധ സന്യാസിയാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവൻ അവൻ ശരിക്കും അവന്റെ ആശകൾ ഒന്നും അവൻ കളഞ്ഞിട്ടില്ല. അങ്ങനെ അഭിനയിക്കുന്ന ആള് അവനെപ്പോലെ കൊടൂരൻ യാരും ഇല്ല എന്നാണ് വള്ളുവർ പറയുന്നത്. താങ്ക് യു സർ. കുറൽ 276. നെഞ്ചിൽ തുറവാർ തുറந்தாർ പോൽ വഞ്ചിത്തു വാഴ്വാരിൻ വൻകണാർ ഇൽ. നെഞ്ചിനാൽ സ്വാർത്ഥർ നിസ്സംഗർ പോലന്യരെ വഞ്ചിപ്പോരെത്രയും കുടിലർ. ഒപ്പം വരൂ, വഴി കാട്ടാമെന്ന് പറഞ്ഞ് ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കുക, എന്നിട്ട് വഴികാട്ടി തന്നെ വഴി പിഴച്ചു പോവുക. മറ്റൊരു ദുരന്തമാണത്. ഉള്ളിന്റെ ഉള്ളിൽ കടുത്ത സ്വാർത്ഥത, പുറമെ മുനിവേഷം അണിഞ്ഞുകൊണ്ടുള്ള നിസ്സംഗത അഭിനയിക്കലും. അത്തരത്തിലുള്ളവർ സാധുക്കളെ വഞ്ചിച്ച് സുഖജീവിതം നയിക്കുന്ന നയവഞ്ചകന്മാർ തന്നെയാണ്. ഋഷീശ്വരന്മാരെ പൂജിക്കുന്നത് കൊണ്ടും അവർക്ക് വേണ്ടതെല്ലാം ദാനമായി നൽകുന്നത് കൊണ്ടും തങ്ങൾക്ക് സ്വർഗത്തിൽ സുഖം ലഭിക്കും എന്ന് വിശ്വസിച്ചാണല്ലോ സാധുക്കളായ ജനങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ മേൽപ്പറഞ്ഞ തരത്തിലുള്ള കപടവേഷധാരികൾ ആ സാധുക്കളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ പേരിൽ, സ്വർഗത്തിന്റെ പേരിൽ സുരക്ഷിതമായ ഒരു വഞ്ചന. 2000 വർഷം മുൻപാണ് ഋഷികവി തിരുവള്ളുവർ ഇത് പറഞ്ഞിരിക്കുന്നത് എന്നോർക്കുമ്പോൾ ഇപ്പോഴും നിർബാധമായും നിരുപാധികമായും തുടർന്നു പോരുന്ന ഈ വിഷവഞ്ചനയുടെ കാലപ്പഴക്കം കണ്ട് മരവിച്ചു പോവുകയേ ഗതിയുള്ളൂ. അനർഹന്മാരെ ആദരിക്കുന്നത് കൊണ്ടും അവരെ അംഗീകരിക്കുന്നത് കൊണ്ടും അവരുടെ വാക്കുകൾ അനുസരിച്ച് വഴിപിഴിച്ചു പോകുന്നത് കൊണ്ടും ഒരു വലിയ ജനസമൂഹം കടുത്ത പാപം ചെയ്യുകയാണ്. ആ പാപം അറിഞ്ഞും അറിയാതെയും അവരെ പിന്തുടരുകയാണ്. സ്വർഗവാഗ്ദാനത്തിൽ ശ്രമിക്കുന്ന അവർക്ക് നരകം തന്നെയാണ് ലഭിക്കുന്നത് എന്നതാണ് കടുത്ത വൈപരീത്യം. എന്നാൽ മേൽപ്പറഞ്ഞ തരത്തിലുള്ള കപടവേഷധാരികൾ ഇതിനേക്കാൾ ക്രൂരമായ വഞ്ചന മറ്റെന്താണുള്ളത്? ഇത്തരം കപട സന്യാസിമാരെക്കാൾ വലിയ കുടിലന്മാർ മറ്റാരാണുള്ളത്? ലോകത്തിൽ സുസ്ഥിതിയെ തരുന്നതാണ് ധർമ്മം. സമ്പത്തും സമൃദ്ധിയും ഒക്കെ അതിന്റെ സത്ഫലങ്ങളാണ്. ധർമ്മത്തെ മുൻനിർത്തി മുറതെറ്റാതെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മേൽക്കുമേൽ ശ്രേയസ് ഉണ്ടാകുന്നു. ധർമ്മം പിഴയ്ക്കുന്നവർക്ക് ധർമ്മം തന്നെ അന്തകനായി മാറുന്നു. ചിലപ്പതികാരത്തിലെ പാണ്ഡ്യരാജാവിന്റെ അവിചാരിതമായ അന്ത്യം ധർമ്മത്തെ കൈവെടിഞ്ഞതുകൊണ്ടത്രേ സംഭവിച്ചത്. പതിവ്രതാരത്നമായ കണ്ണകിയുടെ ഒരു ചിലമ്പ് വിൽക്കുവാനും ഉപജീവന മാർഗം കണ്ടെത്തുവാനും മധുരയിലെത്തിയ കോവിലനെ സത്യമെന്തെന്ന് അന്വേഷിച്ചറിയാതെ കള്ളനെന്ന് മുദ്രകുത്തി വധിക്കുവാനുള്ള കൽപ്പന പുറപ്പെടുവിച്ചു പാണ്ഡ്യമന്നൻ. കൊട്ടാരത്തിൽ റാണിയുടെ ഒരു ചിലമ്പ് മോഷണം പോയിരുന്നു. അരമനയിൽ നിന്നത് മോഷ്ടിച്ച കൊട്ടാരം തട്ടാൻ സാമ്യമുള്ള മറ്റൊരു ചിലമ്പ് കോവലന്റെ കയ്യിൽ കണ്ടപ്പോൾ സ്വയം രക്ഷപ്പെടുവാൻ വേണ്ടി ഒരുക്കിയ ഒരു നാടകമായിരുന്നു അത്. മുൻപിൻ ചിന്തിക്കാതെ തട്ടാന്റെ ഗൂഢതന്ത്രത്തിൽ പെട്ടുപോയ രാജാവ് ഒരു നിരപരാധിയെ ക്രൂരമായി വധിക്കപ്പെട്ടു. പക്ഷെ സത്യം തിരിച്ചറിഞ്ഞപ്പോൾ സ്വന്തം പ്രാണൻ കൊടുത്ത് മഹാരാജാവ് തന്റെ തെറ്റ് തിരുത്തി. അതുകൊണ്ട് കോവലന്റെ ജീവൻ തിരിച്ചു കിട്ടുമോ? ഇല്ല. ധർമ്മം പിഴച്ച രാജാവിന് ആ ധർമ്മം തന്നെ അന്തകനായി. വഴികാട്ടികൾ ഇല്ലെങ്കിലും ധർമ്മിഷ്ഠന്മാർക്ക് വഴി പിഴയ്ക്കാതെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയും. വഴികാട്ടികൾ എന്ന പേരിൽ വഴി പിഴിച്ചവർ അന്യരെ വഴി പിഴിപ്പിക്കാതിരുന്നാൽ മാത്രം മതി. വഴിക്കുമുണ്ടല്ലോ അതിൻ്റെതായ ഒരു വഴി എന്ന് പഴമൊഴി. നെഞ്ചിനാൽ സ്വാർത്ഥൻ നിസ്സംഗർ പാവൽ അന്യരെ വഞ്ചിപ്പോരെത്രയും കുടിലർ. താങ്ക് യു സർ. ഉല്ലഹന്നൻ സർ. ഉല്ലഹന്നൻ സർ കേൾക്കുന്നുണ്ടോ? സർ അൺമ്യൂട്ട് ചെയ്യും. ഇംഗ്ലീഷ് വായിച്ചാൽ 276 സർ. 276. ഇംഗ്ലീഷ് വായിച്ചാൽ.
There are no other wicked than the deceitful man who lives without shunning their mind. മനസാക്ഷിയില്ലാതെ പ്രവർത്തിക്കുന്ന വ്യക്തി അവനോട് തന്നെ ക്രൂരമായി പെരുമാറുന്നു. സർ, നെഞ്ചിൻ തുറവാർ തുറந்தாർ പോൽ വഞ്ചിത്തു വാഴ്വാരിൻ വൻ കണാറിൽ. 277. குறள் 277. புறங்குன்றி கண்டனைய ரேனும் அகங்குன்றி முக்கிற்கரியார் உடைத்து. வெளித்தோற்றத்துக்கு குன்றிமணி போல் சிவப்பாக இருந்தாலும் குன்றிமணியின் முனை போல கருத்த மனம் படைத்தவர்களும் உலகில் உண்டு. കുന്നിമണി അറിയാം എല്ലാവർക്കും. അത് കാണുമ്പോൾ പുറത്ത് ചുവപ്പായിരിക്കും, കാണാൻ നല്ല രസമായിരിക്കും. പക്ഷെ അതിൻ്റെ മോളിൽ ഒരു കറുത്ത കളറുണ്ട്. അതുപോലെയാണ് കറുത്ത മനമുള്ളവരും ഈ ലോകത്തിൽ ഉണ്ട് എന്നാണ് വള്ളുവർ പറയുന്നത്. പുറം ചായം മാത്രമേ ഉള്ളൂ, മോളിൽ കറുത്ത ഇത് ഉള്ളത് കൊണ്ട് മനസ്സ് കറുപ്പാണ് എന്നാണ് വള്ളുവർ പറയുന്നത്. കുന്നുമണി പോൽപ്പുറ മായതിൻ കാളിമ ഉള്ളിലുള്ളോരുമുണ്ടുലകിൽ. വളരെ മനോഹരമായ ഒരു പ്രകൃതിയുടെ സൃഷ്ടിയാണ് കുന്നിമണി എന്ന് പറയുന്നത്. കാണുമ്പം മനോഹരമായ ചുമപ്പാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അതിൻ്റെ അറ്റത്ത് ചെറിയൊരു കറുപ്പും കൂടെ ഉണ്ട്. ഇത്ര മനോഹരമായ ഈ കുന്നുമണിയെ നമ്മൾ ഈ ചുമപ്പിൽ ആകർഷിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഭംഗി മുഴുവൻ അതിന് കൃത്യമായിട്ട് നൽകുമ്പോൾ, അതിൻ്റെ അകം മുഴുവൻ കറുപ്പായി പോയാലും ഒരുപക്ഷെ സന്യാസികളോ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ളവരോ നമ്മൾ ആരാണെങ്കിലും പുറം മനോഹരവും നമ്മുടെ വാക്കുകൾ, നമ്മുടെ രീതികൾ എല്ലാം മനോഹരമാണ്. പക്ഷെ അകം പൂർണ്ണമായും ഒരു കറുത്ത അവസ്ഥയിലേക്ക്, മോശമായ അവസ്ഥയിലേക്ക്, ചിന്തകൾ കെട്ട അവസ്ഥയിലേക്ക് പോകുമ്പോൾ സത്യത്തിൽ ആ ചുമന്ന ഭംഗിയുള്ള കുന്നുമണിയുടെ അകം കറുപ്പായി പോയാൽ, ഫലമില്ലാതായി പോയാൽ എന്തായിരിക്കും പ്രയോജനം? അപ്പോൾ നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മൾ തന്നെ നമ്മളെക്കുറിച്ച് തന്നെ തിരിച്ചു നോക്കുമ്പോൾ ഭംഗിയുള്ള വാക്കുകളും തേനൂറുന്ന വാക്കുകളും ഒക്കെ അല്ലെങ്കിൽ പ്രവർത്തികളും ഒക്കെ ആയിട്ട് നമ്മൾ നടക്കുമ്പോഴും നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്തകൾ എല്ലാം അതേപോലെ തന്നെ ഭംഗിയുള്ളതല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് നഷ്ടമാണ്, നമുക്ക് മാത്രമല്ല ചുറ്റുമുള്ളവർക്കും. ഇതുപോലെ അനേകരുണ്ട് എന്നാണ് 277 കൃത്യമായി ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. Lot of men shine outward like arbors berry, keeping dark spot inside. 278. குறள் 278. மனத்தது மாசாக மாண்டார் நீராடி மறைந்தொழுகு மாந்தர் பலர். ഇതിന്റെ അർത്ഥം, നീരുക്കുൾ മൂழ்கியோர் தம்மை மறைத்துக் கொள்வது போல மாண்புடையோர் எனும் பெயருக்குள் தம்மை மறைத்து கொண்டு மனத்தில் மாசுடையோர் பலர் ഉലവുகின்றனர். അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര മിടുക്കനാണ്, നല്ലവനാണ് എന്ന് പറഞ്ഞു നടക്കുന്നവർ എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളത്തില് അവർ മുങ്ങിക്കൊണ്ട് ഇരുന്നുകൊണ്ട് മനസ്സില് മുഴുവനും കുറ്റങ്ങളാണ്, മനസ്സ് ശുദ്ധമല്ല. ഇവർ വെള്ളത്തിൽ നിന്നുകൊണ്ട് ഞാൻ വലിയവനാണ് എന്ന് ഇവർ ഒരു ധാരണ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് വള്ളുവർ പറയുന്നത്. ഇതുപോലെ നമ്മൾ പല ആൾക്കാർ നമ്മുടെ ലോകത്തിൽ കാണാറുണ്ട് എന്നതാണ് വള്ളുവരുടെ വാക്ക്. ശ്രീകുമാരി മാം. 278. മനത്തതു വാചാകൾ മാണ്ടാർ നീരാടി മറൈന്തൊഴുകും മാന്തർ ഫലം. നമ്മുടെ ഉള്ളിലെ മാലിന്യം നീക്കാതെ ഇരിക്കുമ്പോൾ വെള്ളത്തിൽ നിന്നുകൊണ്ട് ഞാൻ നല്ലവനാണ് എന്ന് പറയുന്നു. പക്ഷെ അയാളുടെ മനസ്സാണെങ്കിലോ ശുദ്ധമല്ല. അങ്ങനെയുള്ളവർ ധാരാളമുണ്ട്. ഹൃദയത്തിന്റെ മാലിന്യം നീക്കാതെ ഞാൻ സന്യാസിയാണ് അല്ലെങ്കിൽ ഞാൻ നല്ലവനാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാരെ പറ്റിയാണ് ഇവിടെ കവി പ്രതിപാദിക്കുന്നത്. അവർ മനുഷ്യരെ കബളിപ്പിക്കുന്നവരാണ്. അങ്ങനെയുള്ള ആൾക്കാർ ധാരാളമുണ്ട് നമ്മുടെ ഇടയിൽ.
പാവപ്പെട്ട ജനങ്ങളെ കബളിപ്പിച്ച് കപടവേഷധാരിയായി അവർ നടക്കുകയാണ്. അങ്ങനെ നടക്കാനാണ് അവർക്ക് പ്രിയം. അവരിലെ ദുഃഖങ്ങൾക്കും മറ്റു ദുരിതങ്ങൾക്കും പരിഹാരമെന്ന നിലയിൽ ഇവർ ചില നിഷ്ക്രിയ ആസൂത്രണങ്ങളുമായി സമീപിക്കുകയും ചെയ്യുന്നുണ്ട്. ഹൃദയശുദ്ധി ഒട്ടും തന്നെ ഇല്ലാത്തവരാണ് ഇവർ. ഇവർ ഏത് പുണ്യജലത്തിൽ കുളിച്ചാലും ശുദ്ധരാവില്ല. അതാണ് അതിൻ്റെ കാര്യം. മനോവൃത്തി അഥവാ മനഃശുദ്ധിയാണ് വേണ്ടത്. മനസ്സ് ശുദ്ധമായിരുന്നാൽ ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. മനസ്സ് ശുദ്ധമല്ലാതെ എന്ത് ചെയ്താലും അതുകൊണ്ട് യാതൊരു ഫലവും ലഭിക്കുന്നതല്ല. നമ്മുടെ ചുറ്റുപാടും ഉള്ള ആൾക്കാരെ പറ്റി സൂചിപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു സാർ. സർ. Many wash in hollowed waters, living lives of hidden shame, foul in heart, yet high appraised of men in virtuous fame. Sir. 279. குறள் 279. கணை கொடிது யாழ்கோடு செவ்விது ஆங்கன்ன வினைபடு பாலால் குழல். இதன் அர்த்தம், நேராக தோன்றும் அம்பு கொலை செயல் புரியும், வளைந்து தோன்றும் யாழ் இசை இன்பம் பயக்கும். அதுபோலவே மக்களின் பண்புகளையும் அவர்களது செயலால் மட்டுமே உணர்ந்து கொள்ள வேண்டும். ഓരോരുത്തരുടെ പ്രവൃത്തികൾ കൊണ്ട്, അവരുടെ ഗുണം കൊണ്ടാണ് അവരെ നമ്മൾ അടയാളം കാണേണ്ടതുണ്ട്. ഇപ്പം അമ്പെന്ന് വെച്ചാൽ ആരോ, അത് കൊല ചെയ്യും, ഒരാളെ കൊല്ലാൻ പറ്റും. യാൾ എന്ന് പറയുന്നത് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്. അതിനിരുന്ന് നമുക്ക് നല്ല മ്യൂസിക് കിട്ടും. അതുപോലെയാണ് ഒരുത്തന്റെ പ്രവൃത്തി കണ്ടുകൊണ്ടാണ് അവൻ നല്ലവനാണോ കെട്ടവനാണോ എന്ന് നാം അറിയേണ്ടത് എന്ന് വള്ളുവർ പറയും. താങ്ക് യു സർ. കുറൽ 279. കണൈക്കൊടിത് യാഴ്കോടു ചെവ്വിതു ആങ്കുന്ന വിനയ്പടു പാലാൽ കൊളൽ. കണനിഷ്ഠുരം വക്രവീണ സുഖദം കർമ്മ ഗുണമറിക പടിവല്ല കാര്യം. അമ്പ് ചെറുതും അവക്രവും സുന്ദരവുമാണ്, പക്ഷെ അതിന്റെ പ്രവൃത്തിയോ മാരകം. വീണക്കഴുത്ത് വക്രമാണ്, ഒറ്റ നോട്ടത്തിൽ ഒരു ഭംഗികേട്, പക്ഷെ സുഖദമായ മധുരശബ്ദം അത് നൽകുന്നു. അതുകൊണ്ട് ആകൃതി കൊണ്ടല്ല ഒന്നിനെ വിലയിരുത്തേണ്ടത്, ഗുണം കണ്ടിട്ടാണ്. വേഷം കണ്ടിട്ടല്ല ഒരു സന്യാസിയെ ബഹുമാനിക്കേണ്ടത്, മഹത്വം അനുഭവത്തിൽ നിന്ന് നേരിട്ട് അറിഞ്ഞിട്ടാവണം. ലോകത്തിന് അനുഗ്രഹദായകമാകുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതാണ് യഥാർത്ഥ മഹത്വം എന്നാണ് ഈ കുറലിലൂടെ തിരുവള്ളുവർ എന്ന ഋഷികവി ലോകത്തെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരു പൂജാമുറി പോലെ ശുദ്ധമായിരിക്കണം മനസ്സ് എപ്പോഴും. വികാരങ്ങളെക്കാൾ എണ്ണത്തിലധികമാണ് ദുർവികാരങ്ങൾ. അത്തരം ദുർവാസനകളെ മനസ്സിൽ കടന്നുകൂടാതെ അകറ്റി നിർത്തണം. കാരണം ധർമ്മം മനസ്സിൽ നിന്നും തുടങ്ങുന്നു. ഉറവ ശുദ്ധമായിരിക്കണം, എങ്കിലേ അതിൽ നിന്ന് ലഭിക്കുന്ന ജലം ജീവദായിനിയാകും. സ്വച്ഛവും സുസ്ഥിതവും അചഞ്ചലവുമായിരിക്കണം മനസ്സ്. മനസ്സിന്റെ താളം പിഴച്ചു പോയവൻ ലോക നന്മകളെ നേരെ കണ്ടറിയുന്നില്ല എന്ന് ഒരു ഷേക്സ്പിയർ കഥാപാത്രം പറയുന്നു. അതുപോലെ തന്നെയാണ് യുക്തിയിൽ മാത്രം വിശ്വസിക്കുന്ന മനസ്സും. അങ്ങനെ ഒരു മനസ്സ് പിടിയില്ലാത്ത കത്തി പോലെയാണ്, അത് ഉപയോഗിക്കുന്നവന്റെ കൈമുറിയും എന്ന് രവീന്ദ്രനാഥ ടാഗോർ. കണനിഷ്ഠുരം വക്രവീണ സുഖദം കർമ്മഗുണമറിക വടിവല്ല കാര്യം. താങ്ക് യു. കണൈ കൊടിത് യായ്ക്കോട് ചെവ്വിത് ആങ്കന്ന വിനയപ്പട് പാലാൽ കൊളൻ. 280. Arrow pains through not curve, whereas Veena soothes though bend. So from function, not though form, one is to be judged. 280. குறள் 280. மழித்தலும் நீட்டலும் வேண்டா உலகம் பழித்தது ஒழித்து விடின். ഇത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകുമെന്ന് തോന്നുന്നു. உலகத்தாரின் பழிப்புக்கு உள்ளாகும் செயல்களை துறக்காமல் ஒரு துறவி தனது தலையை மொட்டையடித்து கொண்டோ சடாமுடி வளர்த்து கொண்டோ கோலத்தை மட்டும் மாற்றிக்கொண்டு வாழ்வது ஒரு ஏமாற்று வித்தையாகும். അതായത്
നല്ല செயல்கள் ചെയ്യാതെ തീയ செயல்கள் ചെയ്തുകൊണ്ട് മൊട്ടയടിച്ചുകൊണ്ടും താടി വളർത്തിക്കൊണ്ട് അല്ലെങ്കിൽ മുടി വളർത്തിക്കൊണ്ടേ ഇരിക്കുന്നതിൽ ഒരു കാര്യവുമില്ല എന്നാണ് വള്ളുവർ പറയുന്നത്. അങ്ങനെ ചെയ്യാൻ വേണ്ട ആവശ്യമില്ല, നല്ല കാര്യം ചെയ്താൽ മതി. അതാണ് വള്ളുവർ പറയുന്നത്. ഖുറാൻ 280 മഴിത്തലും നീട്ടലും വേണ്ട, ഉലകം പഴുത്തതു ഒഴുത്തു വിടിൻ. അതിന്റെ മലയാള ശ്ലോകം: മുണ്ഡനം വേണ്ട, ജട നീട്ടൽ വേണ്ടുലകു പഴി കണ്ടു പറയുന്നതൊഴിവായാൽ. ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ ആവശ്യമില്ലാതെ വളരുന്ന മുടി മൊട്ടയടിച്ച് കളയുക, താടി വടിച്ച് ഉപേക്ഷിച്ച് കളയുക. വെറുതെ അഭിനയത്തിന് വേണ്ടി ഇതൊന്നും നീട്ടി വളർത്തേണ്ടതില്ല. വളരെ സുന്ദരമായ 10 ശ്ലോകങ്ങൾ. ഇവിടെ പ്രധാനമായി സന്യാസത്തെക്കുറിച്ചും ആത്മീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ കുറിച്ചും ഉന്നം വെച്ചുകൊണ്ടാണ് കവി സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആത്മീയ പ്രവർത്തനവും സന്യാസവും ലോകത്തിന് ആവശ്യമാണ്. ഒരുപാട് നന്മകൾ ലോക മനുഷ്യർക്ക് ചെയ്യുവാൻ ഇത്തരക്കാർക്ക് സാധിക്കും, സാധിച്ചിട്ടുണ്ട്, സാധിക്കുന്നുമുണ്ട്. എന്നാൽ ഇതൊരു താളവും അടവുമായി കരുതി കപടത മുഖം മൂടിയും മറ്റുമായി അണിഞ്ഞ് അനേകരെ പറ്റിക്കുന്നവരും ഉണ്ട് എന്നുള്ളത് സത്യം. എല്ലാ മതവിഭാഗങ്ങളുടെയും ഇത്തരത്തിലുള്ള ആളുകൾ വളരെ കൊടിയ തിന്മകൾ ചെയ്തതും അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരികയും നമ്മുടെ കേരളത്തിലെ ജയിലുകളിലും ഭാരതത്തിന്റെ തിഹാർ ജയിലിലും ഉൾപ്പെടെ അത്തരം ആളുകൾ കിടപ്പുണ്ട് എന്നുള്ളതും നമുക്കറിയാം. ഞാൻ ആരുടെയും പേര് ഉദ്ധരിക്കുന്നില്ല, എന്നാൽ അതും ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതിനെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് കൂടെ ഇപ്പോഴും ആളുകൾ ഇത്തരം കപടതകളുടെ പുറകെ ഓടിക്കൂടാറുണ്ട്. കാരണം മനുഷ്യന് പലതരം വേദനകളും അസ്വസ്ഥതകളും ഉണ്ട്. അതിനെ അതിവിദഗ്ധമായി അവർ മുതലെടുക്കുന്നു. നമുക്ക് വിവേകം ഉണ്ടാകണം. ഇവിടെ ഈ കുറളുകളുടെ എല്ലാം സാരാംശമായി ഇത് പറഞ്ഞു വെക്കുമ്പോൾ ഇത്തരക്കാരെ വെറുതെ വിടത്തൊന്നുമില്ല. ഒന്നുകിൽ പ്രകൃതി ശക്തികൾ ഇവരെ ദ്രോഹിക്കും, അഥവാ പ്രകൃതിയിലെ മനുഷ്യനുണ്ടാക്കിയ നിയമത്തിന്റെ മുമ്പിൽ ഇവർ എത്തിപ്പെട്ട് ഊച്ചുവിലങ്ങിൽ പോകും. രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ടതില്ല. വേദപുസ്തകത്തിൽ തിന്മ പെരുകിയപ്പോൾ ജലപ്രളയം, പഞ്ചഭൂതങ്ങളിലെ വെള്ളം നടപ്പാക്കിയ ഒരു ശിക്ഷാ നടപടിയെക്കുറിച്ച് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ ഈ ഖുറാനിന്റെ എൻ്റെ വിശദീകരണം അവസാനിപ്പിക്കുമ്പോൾ ഇന്നലെ ഒരു തിരുപ്പട്ട ശുശ്രൂഷ ഞാൻ ഓൺലൈനായിട്ട് കാണുകയുണ്ടായി. കത്തോലിക്ക സഭയിലെ ഒരച്ഛനെ വാഴിക്കുന്ന രംഗം. അപ്പോൾ മെത്രാൻ തൻ്റെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി, ഒരു പുരോഹിതൻ, ആ പ്രാർത്ഥനയുണ്ട് അതിൻ്റെ അകത്ത്, ആ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു പുരോഹിതന്റെ പ്രധാനപ്പെട്ട ചുമതല അവൻ പ്രാർത്ഥനയുടെ മനുഷ്യനായിരിക്കണം, ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നവനായിരിക്കണം, ദൈവത്തിന്റെ ഭാഷയിലും സ്വഭാവത്തിലും ജീവിക്കുന്നവനായിരിക്കണം. ബാക്കിയുള്ളതൊക്കെ പ്രധാനപ്പെട്ടത് അല്ല എന്നുള്ളത്, മറിച്ച് ഒരു ആത്മീയ ഗുരുവിൽ നിന്നുണ്ടാകേണ്ടത് ഒന്നാമതും രണ്ടാമതും മൂന്നാമതുമായി ഇത് തന്നെയാണെന്നാണ് അദ്ദേഹം
അവിടെ പറഞ്ഞു വെച്ചത്. മറിച്ച് ഒരച്ഛൻ സാമൂഹ്യ പ്രവർത്തകനായതുകൊണ്ടോ നാട്ടിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തെന്ന് പറയുന്നതിലോ അല്ല പ്രധാനപ്പെട്ടത്. അവൻ ദൈവത്തിന്റെ പ്രതിപുരുഷനായി പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരിക്കണം. മനുഷ്യനോട് സഹിഷ്ണുതയും സഹാനുഭൂതിയും നന്മയുമുള്ളവനായിരിക്കണം. അവൻ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നവനായിരിക്കണം. ബാക്കി പിന്നീട് സോഷ്യൽ വർക്കൊക്കെ ചെയ്തോളൂ, ചെയ്യാൻ പറ്റിയാൽ അത് അഡീഷണലാണ്. പക്ഷെ പ്രധാനപ്പെട്ടത് കളഞ്ഞിട്ട് മറ്റുള്ളതല്ല ചെയ്യേണ്ടത്. സൈക്കോളജിസ്റ്റ് ആയിട്ടോ സോഷ്യോളജിസ്റ്റ് ആയിട്ടോ മറ്റൊന്നുമല്ല അവനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അതുതന്നെയാണ് ഇവിടെ 2000 വർഷങ്ങൾക്ക് മുമ്പ് തിരുവള്ളുവരും പറഞ്ഞു വെക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള 10 കുറളുകൾ ഏത് കാലഘട്ടത്തിനും ഒരുപോലെ പ്രാധാന്യമർഹിക്കുന്ന ഇത് വളരെ ഏറെ മനസ്സിൽ സൂക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഇന്നത്തെ ഈ വലിയ ഈ സമ്മേളനത്തിൽ പങ്കുചേർന്നിരിക്കുന്ന എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഇത് വിശദീകരിച്ച തമിഴ് വളരെ ശുദ്ധ തമിഴിൽ തന്നെ വായിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സാറ് നമ്മെ അത് പഠിപ്പിച്ചു. ബാക്കി എല്ലാവരും പല ഭാഷകളിൽ പലരായി അവരവരുടേതായ വേർഷൻ നന്നായി പറഞ്ഞു വെച്ചു. ഈ പ്ലാറ്റ്ഫോം ധന്യമാണ്. സാബു സാറിനും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. നന്ദി. താങ്ക് യു. Thank you, sir. There Thank is you. no need. There is no need of a shaven crown, nor of tangled hair. If a man abstain from those deeds which the wise have condemned, what is the worth of shaven head or tresses long, if you shun what all the world condemns as wrong? There is no need to shave the head or let the hair grow long, if one abandons the vices condemned by the world. This Quran highlights that true renunciation and spiritual progress lie not in outward appearances, like shaving the head or growing long hair, but in abandoning immoral actions that are condemned by society. Essentially, it emphasizes that true spiritual growth comes from inner transformation and ethical conduct rather than mere outward symbols. If malpractices are abandoned, no need of shaving of head and growing beard. Thank you, sir. Yesterday, Joshi sir said about the one function. I was attending personally in that function, and today I was telling to my husband how great prayers were, that speech of the bishop, everything is very correct, but they are not practicing, I was saying. Thank you, sir. തീർച്ചയായിട്ടും എല്ലാ ഓർഗനൈസേഷൻ്റെയും മുമ്പിൽ, പ്രത്യേകിച്ച് സ്പിരിച്വൽ ഓർഗനൈസേഷൻ മുമ്പിൽ എഴുതി വയ്ക്കാൻ പറ്റുന്ന മനോഹരമായ ഒരു വാക്യം തന്നെയാണ്. ഓർത്തിരിക്കാം, ഖുർആൻ 280. കൃത്യമായിട്ട് ഏതിനും കൃത്യമായ ആൻസറുകൾ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഖുർആനാണ്. വളരെ മനോഹരമായിരിക്കുന്നു. താങ്ക് യു ദിഭവൻ സർ. എല്ലാവർക്കും സന്തോഷം. നമുക്ക് ചർച്ചയിലേക്ക് സാബു സാർ ഒരു കാര്യം പറയട്ടെ. അത് പഞ്ചഭൂതങ്ങളാണ്, 5 സെൻസസ് അല്ല. ഓക്കെ, പഞ്ചഭൂതങ്ങൾ 271 ഓക്കെ. നമുക്ക് സുനിൽ സാർ എന്താ പറയാനുണ്ട്? പറയും. ഏതെങ്കിലും അധ്യായത്തിന്റെ എടുത്തു തരണമെങ്കിൽ എടുത്തു തരാം. അതിനെ കുറിച്ച് പറയാനാണെങ്കിൽ പറഞ്ഞാൽ മതി. ഇല്ല സാറേ, ഞാൻ തിരുക്കുറല് രമേശൻ നായരുടെ ട്രാൻസ്ലേഷൻ പണ്ട് വായിച്ചു മറന്നൊരു ഓർമ്മയുണ്ട്. ബുക്ക് കൊല്ലത്തിരിപ്പുണ്ട്. ഞാൻ ഇപ്പൊ ഒറീസിലെന്നറിയാം. ആദ്യമായിട്ടാണ് തിരുക്കുറലിന്റെ ഒരു ചർച്ചയില് സാറിന്റെ പ്ലാറ്റ്ഫോം വരാൻ പറ്റുന്നത്. അത് 270 വരെ എത്തിയതുള്ള ഞാൻ ഞെട്ടിപ്പോയി. പക്ഷെ അത്ര സ്ട്രക്ചേർഡ് ആയിട്ട്, അതായത് സാറിന് വളരെ നന്ദി. അത് നല്ല തമിഴില്, ഞാൻ പാലക്കാടുകാരനായതുകൊണ്ട് കുറച്ച് തമിഴ് അറിയാം. അപ്പൊ തമിഴിലുള്ളത്, പക്ഷെ ഇത് ചെന്തമിഴാണ്, നമുക്ക് സാധാരണ തമിഴന്മാർക്ക് പോലും മനസ്സിലാവില്ല. അത് നല്ല തമിഴില്
നമുക്ക് മനസ്സിലാവുന്ന തമിഴിൽ പറഞ്ഞ ആദിഭഗവാൻ സാറിന് നന്ദി. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഡിസ്കസ് ചെയ്ത് നല്ല രീതിയിൽ ഉഷ മാഡവും നമ്മുടെ ഓമന ടീച്ചറും ജോർജ് സാറും ശ്രീകുമാരി മാഡവും എല്ലാം ഭംഗിയായിട്ട്, കാരണം ഇത് പണ്ട് വായിച്ചൊരു ഓർമ്മ, ഇത്രയൊന്നും കൃത്യമായിട്ട് ഓർമ്മയില്ല, പക്ഷെ കപട സന്യാസികളെ അന്നേ സമൂഹം തിരിച്ചറിഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഇതുപോലത്തെ ആൾക്കാർ തിരിച്ചറിഞ്ഞു എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക് വന്നത്. അന്നുമുണ്ട്, ഇന്ന് കൂടുതലുണ്ടെന്ന് പറയാം. പക്ഷെ അതിന്റെ എങ്ങനെ അത് നമ്മൾ മനസ്സിലാക്കണം, നമ്മളെങ്ങനെ അത് അവരോട് പ്രതികരിക്കണം. സാധാരണ ആൾക്കാർ അഭയാർത്ഥികളായിട്ട് ദൈവത്തെ കാണാൻ പറ്റില്ല, ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായിട്ട് സന്യാസിമാരെ കാണുമ്പോൾ അവരുടെ ചിന്തകൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആ സമൂഹത്തിന്റെ അവസ്ഥ, അതാണ് തിരുക്കുറൾ എഴുതിയ അദ്ദേഹം വളരെ കൃത്യമായിട്ട് സമൂഹത്തിനോട് കൊടുത്ത്. ആ സന്ദേശം എനിക്ക് കൃത്യമായിട്ട് ഈ ഒരു 10 ശ്ലോകത്തിലൂടെ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റി. ഞാൻ ഇനിയുള്ള തിരുക്കുറൾ ക്ലാസ്സുകളിൽ ഉണ്ടാകും. എനിക്ക് അതിന് സജീവമായിട്ട് പങ്കെടുക്കുന്ന ആഗ്രഹമുണ്ട്. ആദിഭഗവാൻ സാറിന് പ്രത്യേകം നന്ദി. കാരണം ഇപ്പോഴും നമ്മളല്ല, സാധാരണ തമിഴിൽ കൂടെ പറഞ്ഞു എന്നുള്ളതാണ്. താങ്ക് യു സാബു സാർ. ഓക്കെ, താങ്ക് യു സാർ. റിയാസുദ്ദീൻ പറയൂ. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. ഗ്രേറ്റ് ക്ലാസ്. ഞാനിതിന്റെ യൂട്യൂബിൽ കേൾക്കാറുണ്ട്. അവസാനത്തെ ഒരു 2-3 പാർട്ടാണ് കേൾക്കാത്തത്. എനിക്ക് മനസ്സിലാവുന്നത് തിരുവള്ളുവർ രചിച്ച ഈ ഗ്രന്ഥം ഒരു ഹൈ വൈബ്രേഷനുള്ള ഒരു കോഡ്സ് ടൈപ്പിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിനെ നമ്മള് ഇങ്ങനെ കേട്ട്, ഞാൻ ചിലതൊക്കെ ഇങ്ങനെ ബാക്ക്വേർഡ് പോയിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അപ്പൊ അതൊരു ധ്യാനാത്മകമൊക്കെ പോലെ ഇങ്ങനെ മനസ്സിൽ കിടക്കുമ്പോഴാണ് അതിന്റെ ഒരു വർക്കിംഗ് കാണുന്നത്. ഞാൻ പിന്നെ മനസ്സിലാക്കിയത് നമ്മളുടെ മനമലം, അതേപോലെ തന്നെ അതിൽ നിന്നൊരു മനോവൃത്തി നേടുമ്പോൾ നമ്മളൊരു പൂജാമുറി പോലെയും ഒരു നിസ്കാര റൂം പോലൊക്കെ നമ്മളെ ഹൃദയമാക്കുമ്പോൾ ബാക്കിയൊക്കെ അവിടെ തെളിഞ്ഞു വന്നോളൂ. നമ്മുടെ കുറെ പുറത്ത് കാട്ടിക്കൂട്ടുന്നു, അത് അകത്തുനിന്ന് കാട്ടിക്കൂട്ടിയാൽ മതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉറവയുടെ ആയുധം ശുദ്ധമായിരിക്കണം, ശുദ്ധിയുള്ളതായിരിക്കണം, ശുദ്ധമാക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തായാലും താങ്ക് യു. അതെ, അത്ര സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഏടുകളാണ് അല്ലേ ഓരോന്നും, മനോഹരമായി. തീർച്ചയായിട്ടും ഇതിനെ നല്ലോണം ഒരു ഈരടി തന്നെ എടുത്തിട്ട് പലരും പല രീതിയിലാണ് ഞാൻ കേൾക്കണ പോലെയല്ല സാബു സാറ് മനസ്സിലാക്കുക, അതല്ലെങ്കിൽ വേറൊരാൾ മനസ്സിലാക്കുക. പക്ഷെ അത് ഒരു 5-6 ആളുകളുടെ ഒരു ഈരടിനെ കുറിച്ച് തന്നെ മനസ്സിലാക്കല് വന്നു കഴിഞ്ഞാൽ നമ്മളെ കറക്റ്റായിട്ട് അത് പഠിക്കാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മളുടെ അവബോധത്തിൽ അത് കാലങ്ങൾ കഴിയുമ്പോൾ കിടന്നിട്ട് വർക്കിംഗ് തുടങ്ങും. പറയുന്നതൊക്കെ നല്ല കാര്യമാണല്ലോ. അങ്ങനെയാണ് ഇതിന്റെ ഒക്കെ കാര്യങ്ങൾ ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് അതിന്റെ ഒരു ബോധതലം കൂടും. താങ്ക് യു താങ്ക് യു റിയാസ്, സർ. വളരെ സന്തോഷം. പ്രത്യേകിച്ച് ഈ ചെറുപ്പക്കാരിൽ നിന്നൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ അത് കേൾക്കുന്നു, അറിയുന്നു, മനസ്സിലാക്കുന്നു, നമുക്ക് തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ അത് കാരണമാകുന്നു. വളരെ സിമ്പിളായിട്ട് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നു. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ഉദ്യമം എല്ലാവരും കൂടെ ചേർന്ന് നമ്മളങ്ങനെ ചെയ്യുന്നത്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഇനി ആരാ പറയുന്നത്? വിൻസെന്റ് സാർ, ആരെങ്കിലും? ശുദ്ധോധന ഡോക്ടർ പറയുന്നു എന്തെങ്കിലും? ഓക്കെ, ഓക്കെ, ഇനി ആരാ പറയുന്നേ? പറഞ്ഞോളൂ. സാർ പറയൂ. ഞാൻ ഒരു വാക്ക് പറയാം. തീർച്ചയായിട്ടും ഇത് അവതരിപ്പിച്ച് കഴിയുമ്പോൾ ഉള്ള ആളുകളുടെ കമന്റുകൾ, അതാണ് വാസ്തവത്തിൽ എന്നെ കൂടുതൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇതിൻ്റെ പ്രസക്തി ഉണ്ട് എന്നറിയാമെങ്കിലും ഈ അവസാനം റിയാസും ഒക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഇപ്പോഴും ആളുകൾ ഇത് വായിക്കാൻ ആഗ്രഹിക്കുന്നു, പഠിക്കാൻ ആഗ്രഹിക്കുന്നു, മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആളുകളുണ്ട്. ഒരുപക്ഷെ പൊതുവായി നമ്മൾ കാടടച്ച് പറയുമോ ഇതൊന്നും ആളുകൾക്കൊന്നും വലിയ താല്പര്യമില്ല, വായിക്കാറില്ല, മനസ്സിലാക്കാറില്ല, അല്ലെങ്കിൽ വായന തന്നെ മരിച്ചുപോയി എന്നൊക്കെ പറയുന്നത് പൂർണ്ണമായും ശരിയല്ല. ഇതിനെയൊക്കെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഇന്നലെ നമ്മള് MD വാസുദേവൻ നായരെ കുറിച്ച് പറഞ്ഞപ്പോഴും ഒരുപക്ഷെ ഈ പുസ്തകങ്ങളൊക്കെ ഇന്ന് ആളുകൾ വായിക്കുന്നുണ്ടോ? ഉണ്ട്. ഇപ്പോഴും ഇതിനെയൊക്കെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. തീർച്ചയായിട്ടും അതൊരു വലിയ
നല്ലൊരു സൈനാണ്. നന്മയുള്ള ആളുകൾ, നന്മ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒക്കെ ഈ ലോകത്തിലുണ്ട്. അവരിലൂടെ ഈ ലോകം കുറെ മനോഹരമായി ഇനിയും മുന്നോട്ട് പോകുമെന്ന് ഇനിയൊരു അടുത്ത ആഴ്ച വരുമ്പോൾ നമ്മൾ പുതിയ വർഷത്തിലാകത്തില്ല അല്ലെ, ഈ വർഷത്തിൽ തന്നെയാണ്. ഓക്കെ, പുതിയ വർഷം വരും, പുതിയ വർഷമാവും അല്ലേ? ഓക്കെ, അപ്പൊ പുതിയ വർഷത്തിൽ നമുക്ക് ആകത്തില്ല, ആവും അല്ലേ? ആവും. ഓക്കെ, അപ്പൊ പുതിയ വർഷത്തിൽ നമുക്ക് വലിയ പ്രതീക്ഷ, വലിയ പ്രത്യാശ ഒക്കെ നമുക്ക് പ്രദാനം ചെയ്യുന്നു. തീർച്ചയായിട്ടും ആരും നിരാശപ്പെടേണ്ട. ഈ ലോകമൊന്നും ഇങ്ങനെ നശിച്ച് വെണ്ണീറാകത്തൊന്നുമില്ല. അതിൻ്റെയൊക്കെ തെളിവാണ്. ഇതൊക്കെ കേൾക്കാൻ ഇന്നും ആളുകളുണ്ട്, വായിക്കാൻ ആളുകളുണ്ട്, മനസ്സിലാക്കാൻ ആളുകളുണ്ട്. തിരുക്കുറളിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷിക്കാം. അതിലൊരു ചെറിയ തിരുവട്ടമാകാൻ ഈ പ്ലാറ്റ്ഫോമിനും എന്നെ പോലെയുള്ള വെറിയും കീടങ്ങളായിരിക്കുന്ന ആളുകൾക്കും സാധിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വലിയ സന്തോഷം തരുന്നതാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. നല്ല അപ്രീസിയേഷനും അതിന്റെ വിലയിരുത്തലും ഒക്കെ നടത്തുന്ന ആളുകൾക്ക് നന്ദി. ആളുകളോടൊക്കെ ഒന്ന് പറയുക, ഒരാഴ്ചയിൽ കൂടുതൽ ആളുകൾ വരുന്നെങ്കിൽ വരട്ടെ, അറിഞ്ഞില്ല എന്ന പേരിൽ ആരും വരാതിരിക്കണ്ട എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ. ആദ്യമായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ രണ്ട് വ്യക്തികൾക്ക് അനുശോചനവും കൂടി മാഗ്നിഫി വെബിനാറിന്റെ പേരിൽ നടത്തുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ MT വാസുദേവൻ നായരും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രധാനമന്ത്രി, രണ്ടുപേരുടെ ആത്മശാന്തി നേർന്നുകൊണ്ട് രണ്ടു വാക്ക് തിരുക്കുറളുമായി ബന്ധപ്പെട്ട് പറയും. എനിക്ക് ഇപ്പൊ സത്യത്തില് അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. ഇങ്ങനെ ഒരു പൊതുവേദിയിൽ സ്ഥിരമായി ഒരു പുസ്തകത്തിന്റെ, അമൂല്യമായ ഒരു പുസ്തകത്തിന്റെ, ഞാനൊന്നും പുസ്തകം കണ്ടിട്ടില്ല, കേട്ടിട്ട് മാത്രമേ ഉള്ളൂ, വായിക്കാനുള്ള താല്പര്യം, നമുക്ക് അതിനോടുള്ള ആ അടുപ്പം ഇല്ലായ്മ. ഇന്ന് ഒരാഴ്ചയിൽ ഒരു 10 പോയിന്റ്സ്, അതിലേതെങ്കിലും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മുടെ മനസ്സിൽ കയറി നിൽക്കുകയാണ്. ഇന്ന് എനിക്ക് കിട്ടിയ ഒരു പോയിന്റ് ഇതാണ്: ഗിൽറ്റി പേഴ്സൺസ് ആ ഗിൽറ്റ് അനുഭവിക്കുകയും അവർ എത്ര ഉയരത്തിലെത്തിയാലും ഒരിക്കലും മനസ്സമാധാനം കിട്ടില്ല എന്ന ആ ഒരു വസ്തുതയാണ് ഇന്ന് എനിക്ക് കിട്ടിയത്. രണ്ടാമത് ഒന്നുകൂടെ ഉള്ളത്, തലമുണ്ടനം ചെയ്യുകയും താടി വളർത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് ദുഷ്ടപ്രവൃത്തികളാണ് ചെയ്യുന്നതെങ്കിൽ അവിടെയും മോക്ഷപ്രാപ്തിക്ക് യാതൊരു സാധ്യതയുമില്ല. തിരുക്കുറൾ അതിൻ്റെ കർത്താവ് എത്രയോ കാലം മുമ്പ് ഇത് എല്ലാം തൻ്റെ മനസ്സിൽ സ്വരൂപിച്ച് അക്ഷരങ്ങളിലൂടെ പകർത്തി നമുക്ക് തന്നു. അദ്ദേഹത്തിന് വലിയ പൂക്കൂലി. ഈ ഒരു സംഭവം നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ച സാബു സാറിന്, കേൾവിക്കാരായി നമുക്കും രണ്ടക്ഷരം കിട്ടണം, നമുക്കും തിരുക്കുറളിനെ കുറിച്ച് അറിയണമെന്ന ആ ഒരു ഉയർന്ന ചിന്തയോടുകൂടി ഇവിടെ എത്തുന്ന എല്ലാവർക്കും വലിയൊരു നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. സാർ പറഞ്ഞോളൂ. താങ്ക് യു സർ. സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് തിരുവള്ളുവർ തിരുക്കുറൾ എഴുതി എന്ന് കേട്ടിരിക്കുന്നു. അതിനുശേഷം കഴിഞ്ഞ ഒരു 6-7 മാസമായി ഈ വേദിയിൽ ഇതേക്കുറിച്ച് മോഹൻദാസ് നായനാർ സാർ ആദ്യമായി കൊണ്ടുവന്ന് ഭയങ്കരമായി സ്വാധീനിക്കുന്ന വിധത്തിൽ ഇത് കേട്ടിരിക്കുന്ന ഒരുത്തനും ഇതിൽ ഒരു ശ്ലോകം പോലും അവൻ്റെ മനസ്സിൽ തട്ടാതിരിക്കില്ല, ശ്രദ്ധിക്കുകയാണെങ്കിൽ. ഇന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു, ആചാര്യന്മാരെന്ന് കരുതിയിരിക്കുന്നവർക്ക് നിഷിദ്ധമായിരിക്കുന്ന ആചാരത്തെക്കുറിച്ചാണ് എന്ന് പറയുന്നു. ഈ സാധാരണ ജനത്തിൻ്റെ വിശ്വാസം ഇതാണല്ലോ, ദൈവത്തെ നേരെ കാണാൻ പറ്റില്ല, പകരക്കാരെ അയാൾ കാണുന്നത്, എല്ലാം അങ്ങോട്ട് പറയാം,
അതുകൊണ്ട് എല്ലാം തുറന്നു പറയാൻ പോകുന്നവരും കെണിയിൽപ്പെടാറുണ്ട്. പറയാതിരുന്ന വിഷമാണെന്ന് കരുതി നിങ്ങളുടെ പൊറുതി കെട്ടുപോകുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട് ഇവരൊക്കെ. എല്ലാം കപടവേഷധാരികളാണ് ഒട്ടുമിക്കവരും എന്ന് പറയാതിരിക്കാൻ വയ്യ എന്നുള്ളതാണ് സത്യം. സമൂഹത്തിൽ കാണുന്നതും കേൾക്കുന്നതുമായ അല്ലെങ്കിൽ നമുക്ക് അനുഭവപ്പെടുന്നതായ ഒട്ടേറെ സംഗതികളിൽ ഇത്തരക്കാരിൽ അധികം പേരും കപടവേഷധാരികൾ തന്നെയാണ്. ആ തിരിച്ചറിവ് ഉണ്ടായാൽ എന്ത് കാര്യം? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവരുടെ വഞ്ചന ഇങ്ങനെ തുടരും. പക്ഷെ ആ തിരിച്ചറിവ് കൊണ്ട് നമുക്ക് സ്വയം എന്തെങ്കിലുമൊക്കെ ഒരു കറക്ഷൻ അവസരം കിട്ടിയാൽ അതിലുപരിയായി ഈ വേണ്ടിയില്ലാത്ത ആൾക്കൂട്ടത്തിന്റെ പിൻബലം കൊണ്ടാണ് ഇവരൊക്കെ ഈ വേണ്ടാതനങ്ങൾ അധികം ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരാൾക്ക് മാറി നിന്നാൽ അത്രയും സപ്പോർട്ട് കുറയും. മാത്രമല്ല, മനസ്സിന് സുഖാശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ല ഉപദേശ മാർഗങ്ങൾ ലളിതമായി പ്രതിപാദിച്ചിരിക്കുന്നു എന്നുള്ളതും നന്ദിയോടെ ഓർക്കേണ്ടതാണ്. എല്ലാവർക്കും നന്ദി. സാബു സാറിന് പ്രത്യേകം നന്ദി. താങ്ക് യു സർ. ഈ സത്യത്തിലെ കോവിഡൊക്കെ വന്നത് ഒത്തിരി നന്നായി എന്ന് വേണം ചിന്തിക്കാൻ. കാര്യം കുറച്ച് അതെ പേരൊക്കെ അതെ 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 കുറച്ച് പേരൊക്കെ തീർച്ചയായിട്ടും. അല്ലെങ്കിൽ പോയെങ്കിലും ഇങ്ങനൊരു വേദി കിട്ടില്ല, കാണില്ല. എല്ലാവർക്കും പുതുവത്സരാശംസകൾ ഞാനും അറിയിക്കുന്നു. അതിനായില്ല, സമയമുണ്ട്. ഇനി പുതുവത്സരാശംസ ഒന്നും അറിയിക്കാൻ സമയം. അതെ, ഈ പറയുന്ന തിരുക്കുറളിന്റെ പേരിൽ അല്ലേ? തിരുക്കുറളിന്റെ വേദിയിൽ നമ്മളിങ്ങനെ ചിന്തിച്ചു പോവാം. സത്യത്തില് ക്രിസ്ത്യാനിറ്റിയിൽ ഒറ്റ യേശുക്രിസ്തു ഉള്ളൂ. പക്ഷെ യേശുക്രിസ്തുവിന്റെ പേരിൽ ലക്ഷക്കണക്കിന് കോൺഗ്രിഗേഷൻസ് ഉണ്ട്. അപ്പൊ ഇതിൽ ആരാണ് കപടൻ എന്ന് തിരിച്ചറിയാൻ പറ്റുമല്ലോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇതുപോലെ എല്ലാ ഇതിലും ഉണ്ട്. ഇപ്പൊ ഞാൻ എൻ്റെ ഇത് വെച്ച് ലൈസൻസ് വെച്ച് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, വിൻസെന്റ് സാർ പറയും. സാറെ, തിരുക്കുറൾ ഞാൻ ആദ്യമായിട്ടാണ് തിരുക്കുറളിന്റെ ചില ഈ പങ്ക്തികൾ കാണുന്നത്. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ മോഹൻദാസ് സാറ് തിരുക്കുറളിനെ കുറിച്ച് എല്ലാ ആഴ്ചയും പറയാറുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല, സത്യം പറയട്ടെ. ഈ തിരുക്കുറൾ ഞാൻ പാലക്കാട് ആണ്, ഞാൻ ചിറ്റൂരാണ് പഠിച്ചത് വളർന്നതൊക്കെ. അപ്പം അതുകൊണ്ട് ഈ തിരുവള്ളൂരിൻ്റെ തിരുക്കുറളിനെ കുറിച്ചൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും ആ ബുക്ക് വായിക്കുകയോ അതിൻ്റെ ഏതെങ്കിലും സ്റ്റാൻസ ആരെങ്കിലും പറഞ്ഞു തരുമോ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഒരു ചാൻസ് കിട്ടിയിരുന്നു മോഹൻദാസ് സാറിൻ്റെ, അതും ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഇത് വായിച്ചിപ്പോൾ ഇന്ന് കേൾക്കുമ്പോൾ സത്യമാണ് മൗലാന സാർ പറഞ്ഞതുപോലെ അത് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഓരോരോ വരികളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ നമുക്ക് തോന്നുന്നത്. നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹത്തിന്റെ എത്രമാത്രം ഞാൻ ഉണ്ടായിരുന്നു തിരുക്കുറളിന്. അത് ആദി ഭഗവാൻ സാറ് അതിൻ്റെ തമിഴ് നല്ലപോലെ അത് പറഞ്ഞു. മറ്റുള്ളവര് നമുക്കൊന്നും പറയാൻ പറ്റില്ല തമിഴ് അതുപോലെ. പിന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും അതുണ്ടായിരുന്നു. എനിവേ, അത് പക്ഷേ എനിക്ക് ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, റിയാസുദ്ദീൻ എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ വന്നിരുന്നു, ഇപ്പൊ ഇല്ലാതെ തോന്നുന്നു, പുതിയ ആളാണ്. അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് എനിക്ക് വളരെ മനസ്സിൽ കൊണ്ടു. അതായത് പുറത്ത് കാണിക്കണ നമ്മുടെ ഈ കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ ഭക്തിയാണെന്ന് പറഞ്ഞ് പുറത്ത് കാണിക്കണ ചില കാര്യങ്ങൾ അത് നമ്മൾ ഉള്ളിലേക്കും കൂടെ കയറ്റിക്കഴിഞ്ഞാൽ നന്നാവുന്നു. ശരിയാണത്. നമ്മൾ പുറത്ത് വലിയ ഭക്തി കാണിക്കും, പള്ളിയിൽ പോകണോ, അമ്പലത്തിൽ പോകണോ, മസ്ജിദിൽ പോകണോ, എല്ലാം ചെയ്യുക. അവിടെ നമ്മളെ കാണുന്ന സമയത്ത് എല്ലാവരും വിചാരിക്കും വലിയ ഭക്തനാണ്. അതുപോലെ ഇതിൽ പറയുന്നുണ്ട്, തല മുണ്ടനം ചെയ്തുകൊണ്ടോ താടിയും ദീക്ഷയും വളർത്തിയത് കൊണ്ടോ ഒന്നും ഒരു ദിവ്യനാവണില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിൽ ദുരാചാരങ്ങളും നമ്മുടെ ദുർനടപ്പും നമ്മുടെ ദുരഭിമാനവും അതുപോലെ നമ്മുടെ ആ അൺനെസറി ഡിസയേഴ്സ്, നമുക്ക് ആവശ്യമില്ലാത്ത ദുരാഗ്രഹങ്ങളും ദുരാചാരങ്ങളും ഒക്കെ, ഇതെല്ലാം മനസ്സിൽ മാറ്റിക്കഴിഞ്ഞാൽ മാത്രം പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പള്ളിയിലും പോണ്ട, അമ്പലത്തിലും പോണ്ട, പൂജയും ചെയ്യേണ്ട, നിസ്കരിക്കും വേണ്ട, ഒന്നും വേണ്ട. മനുഷ്യൻ നന്നായാൽ മതി. നമ്മുടെ ഒരു പാട്ടുണ്ടല്ലോ, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. സത്യമാണത്, വളരെ സത്യമാണ്. അപ്പൊ റിയാസുദ്ദീൻ പറഞ്ഞൊരു വാക്ക് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. നമ്മൾ ഈ പുറത്ത് കാണിക്കണ നമ്മുടെ ആ ഷോ ഓഫ്, അത് നമ്മുടെ നല്ല ഉള്ളിലേക്കും കൂടെ അങ്ങോട്ട് എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ വി ക്യാൻ ബി എ ഗുഡ് പേഴ്സൺ. താങ്ക് യു സാർ. ഇത് കൊണ്ടുവന്ന സാബു സാറിനും വ്യാഖ്യാനം ചെയ്ത ഭഗവാൻ സാറിനും അതുപോലെ തന്നെ ബാക്കി എല്ലാവരും നന്നായിട്ട് പറഞ്ഞ ഓരോ പങ്ക്തിയെ കുറിച്ചിട്ടൊക്കെ വളരെ ഡീസൻ്റായിട്ട് പറഞ്ഞു. എല്ലാവരോടും നന്ദി. താങ്ക് യു വെരി മച്ച്. സർ, എല്ലാവർക്കും നമസ്കാരം. ഇത് ഇന്നത്തെ കുറിളുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു.
പറഞ്ഞതുപോലെ ഇന്നത്തെ ജീവിതത്തിൽ ഇന്നത്തെ കാലത്ത് മുമ്പ് മുതലേ ഉള്ളതായിരിക്കണം, എന്നാലും ഇപ്പോഴും അത് തുടർന്നുകൊണ്ട് പോരുന്ന ഒരു കാര്യമായിട്ട് കൂടി അത് കാലം ഇത്ര പുരോഗമിച്ചിട്ടും വിദ്യാഭ്യാസവും ഒക്കെ വളരെയേറെ പുരോഗമിച്ചിട്ട് പോലും നമ്മളും ഇപ്പോഴും അത് തിരിച്ചറിയുക എന്നുള്ള കാര്യത്തിൽ പലപ്പോഴും പരാജയപ്പെടുന്നതായിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഓർമ്മിക്കാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നത്. അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. അതായത് പലരും ആത്മീയതയുടെ മറവില് ഇന്നും ഒരുപാട് ജനങ്ങള് കബളിപ്പിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. ജോഷി സാർ പറഞ്ഞതുപോലെ ഇപ്പോഴും ജയിലുകളിൽ കപട സന്യാസിമാര് അവരുടെ ഒരു കുറ്റങ്ങൾ തിരിച്ചറിയപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ഒക്കെ ചെയ്ത് ഇപ്പോഴും ജയിലിൽ കഴിയുന്നവരുണ്ട്, കുറ്റപ്പെടുത്തുന്നവരുണ്ട്. പക്ഷെ ശിക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണെങ്കിൽ പോലും ഇപ്പോഴും അത് മുമ്പത്തേക്കാൾ ഏറെ ആളുകൾ അതിനെ പിന്തുടരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എവിടെയാണ് അതിന് ഒരു പിഴവ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. അറിവുണ്ടാകണം, അതോടുകൂടി തിരിച്ചറിവുണ്ടാകണം എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ഈ കുറലിലൂടെ നമുക്കിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എപ്പോഴും നമ്മളത് തിരിച്ചറിയുമ്പോഴും വിവേകത്തോടു കൂടി പെരുമാറുമ്പോൾ മാത്രമാണ് ധർമ്മവും അധർമ്മവും നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയും തെറ്റുകളിൽ നമുക്ക് അതിലേക്ക് വീഴാതെ നമുക്ക് സുരക്ഷിതരായിട്ട് ഇരിക്കാനും നന്മ ഫോളോ ചെയ്യാനും ഒക്കെ കഴിയുന്നതെന്നാണ് ഈ തുക്കുറലുകൾ അതും ആഹ്വാനം ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓരോ ദിവസവും ഓരോ വെള്ളിയാഴ്ചകളിലും കൂടുതൽ നമുക്ക് ആത്മീയ സംസ്കരണത്തിനും അതുപോലെ നമ്മുടെ ഒരു സ്വയം മോഡിഫൈ ചെയ്യാനും ഒക്കെയുള്ള ഒരു വേദിയായിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് അനുഭവപ്പെടുന്നത്. എല്ലാവരുടെയും എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ തമിഴ് വ്യാഖ്യാനം അത് പറഞ്ഞ പോലെ ചെന്തമിഴ് എന്നുള്ള ഒരു ശരിക്കും നമുക്ക് അറിയില്ല എങ്കിൽ പോലും ഒരു സാധാരണ തമിഴിലേക്ക് അത് മനോഹരമായിട്ട് ആ ഒരു എക്സ്പ്ലനേഷൻ കൊണ്ടുവരികയും ബാക്കി മലയാള എക്സ്പ്ലനേഷൻ അതുപോലെ ഇംഗ്ലീഷ് എല്ലാവരുടെയും ഒരു പാർട്ടിസിപ്പേഷൻ കൊണ്ട് വളരെ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം നല്ലൊരു എപ്പിസോഡാണ് ഇപ്പൊ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട് സാർ എന്തായാലും. പിന്നെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാക്കിയത് 5 സെൻസറി ഓർഗൻസ് തന്നെയാണ് പഞ്ചേന്ദ്രിയങ്ങൾ. കണ്ണ്, ചെവി, തൊക്ക്, മൂക്ക്, നാക്ക് അങ്ങനെയുള്ള പഞ്ചേന്ദ്രിയ, അതിനാണ് പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളില് ഒരു നമ്മൾ പുറമേ ഒരു കള്ളം ചെയ്യുമ്പോൾ നമ്മുടെ സെൻസറി ഓർഗൻസ് അത് തിരിച്ചറിയുകയും അത് തെറ്റാണെന്ന് നമുക്ക് ഉള്ളിന്റെ നമ്മുടെ ആത്മീയമായിട്ടുള്ള നമ്മുടെ ആത്മാവിൽ അതിന്റെ ഒരു ഉൾവിളി ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് ഈ സെൻസറി ഓർഗൻസിലൂടെയാണ്. നമുക്കറിയാം ഒരാള് എന്തെങ്കിലും ഒന്ന് കള്ളം പറയുകയാണെങ്കിലും നമുക്ക് അവരുടെ കണ്ണിൽ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. കാരണം കണ്ണുകളാണ് ആദ്യം നമുക്ക് സെൻസറി ഓർഗൻസ് നമ്മുടെ ബ്രെയിനിലേക്ക് കൊണ്ടുപോകുന്നതും അത് കൊടുക്കുന്നതനുസരിച്ചാണ് പിന്നീട് അത് നമ്മുടെ നാവ് കൊണ്ട് അത് ഒരു കള്ളമായിട്ട് പറയുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ കണ്ണിൽ എപ്പോഴും നമുക്ക് സത്യം മാത്രമായിട്ട് കാണാൻ കഴിയുക. അതുപോലെ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നതാണ് ആകാശം, ജലം, അഗ്നി, വായു, അങ്ങനെയുള്ളതാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത്. അത് മോദി കറക്റ്റ് ചെയ്യുമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു എക്സ്ക്യൂസ് മീ മാഡം, ഭൂതങ്ങൾ 5 എന്നാണ് ഇതിൽ പറയുന്നത്. പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ആകാശം, നിലം, നെരുപ്പ് എന്നുള്ളതാണ്. അതാണ് തിരുവള്ളുവർ ഉദ്ദേശിക്കുന്നത്. പാടിയിലും അത് ഉണ്ട് എന്നുള്ളത് അത് നമ്മൾ വ്യാഖ്യാനിക്കുന്നതാണ്. പഞ്ചഭൂതങ്ങൾ അതാണ് വ്യാഖ്യാനം. പക്ഷെ അതുപോലെ നമ്മൾ ശപിക്കും, നമ്മൾ തെറ്റ് ചെയ്താൽ എന്നാണ് അർത്ഥം. ആകാശങ്ങൾ അതും കൂടി ഒന്ന് കറക്റ്റ് ആക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. താങ്ക് യു എനിവേ, താങ്ക് യു സോ മച്ച് സാർ, താങ്ക് യു. ഭൂതങ്ങൾ 5 തന്നുള്ളാൽ ചിരിക്കും. ഞാൻ പറയാം സാർ, 2 വാക്ക്. 2000 വർഷങ്ങൾക്ക് മുമ്പാണ് തിരുവള്ളുവർ തിരുക്കുറൾ എഴുതിയത്. എങ്കിലും അത് ഇന്ന് കപട വേഷങ്ങളും കപട രൂപത്തിലും ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയും പല രൂപത്തിലും പല ഭാവത്തിലും പല വേഷത്തിലും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നു. തിരുവള്ളുവർ അന്ന് കണ്ടതായിരിക്കും അത് ഇന്ന് നാം അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് സമയം പറഞ്ഞതുപോലെ അറിവെന്നുള്ളതിൽ ഉപരി തിരിച്ചറിവ് നാം മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ കാപട്യത്തിൽ നിന്നും രക്ഷ നേടാനാവൂ എന്നുള്ള ഒരു
അർത്ഥം കൂടെ എനിക്ക് തോന്നുന്നുണ്ട്. കൂടാതെ ഒരു ഇടപ്പഴിഞ്ഞിയുടെ ഒരു കവിതാ ശകലമുണ്ട്. കപടലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ഹൃദയമുണ്ടായതാണ് പരാജയം. ഈ കാപട്യം ലോകം നിറയെ പണ്ട് മുതൽ ലോകം തുടങ്ങിയ കാലം തൊട്ടേ ഉണ്ട്. കപട സന്യാസിയും കപടം നിറഞ്ഞ മനുഷ്യൻ. അതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കി രക്ഷപ്പെടുക, നാം അതെല്ലാം മനസ്സിലാക്കുക എന്നതാണ്. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. വേറെ ഇനി ആർക്കാ പറയാനുള്ളത്? അല്ലെങ്കിൽ നമുക്ക് അവസാനം ഒരു കൂടെ പറഞ്ഞോട്ടെ, ഈ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം പങ്കിടാൻ കഴിഞ്ഞത് വളരെ അനുഗ്രഹമായിട്ടാണ് എനിക്കിപ്പോ തോന്നുന്നത്. വളരെ ഞാൻ അറ്റൻഡ് ചെയ്ത് പിന്നെ മതിയാക്കി. പിന്നീടാണ് എനിക്ക് ഇവിടുത്തെ ക്ലാസ് കേട്ടതിന് ശേഷം കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങിയത്. നന്ദി സാർ. ജോർജ് സാർ പറഞ്ഞ പോലെ പണ്ട് സ്കൂളിൽ പഠിച്ചതാണ് തിരുക്കുറള് തിരുവള്ളുവർ എഴുതിയത്. അന്നേരം മുതൽ അതിനോടൊരു താല്പര്യം ഉള്ളിലുണ്ടായിരുന്നു. ആ താല്പര്യം എപ്പോഴെങ്കിലും അതിനുള്ളൊരു അവസരം ഉണ്ടായി എന്നുള്ളത് സാബു സാറിനോട് നന്ദി പറയുകയാണ്. കാരണം എനിക്ക് എൻ്റെ മനസ്സിലൊരു മിന്നൽപ്പിണർ അപ്പം ഉണ്ടായത് ഇപ്പോഴാണ് അത് ഫുൾഫിൽ ആയത്. ഈ വെള്ള തേച്ച ശവക്കല്ലറകൾ എന്ന് സൂചിപ്പിക്കുന്നത് ഈ കപട സന്യാസിമാരെ കുറിച്ച് തന്നെയാണ് അല്ലേ? ആണ് സർ, അവരാണ് ഫാൾസ് പയറ്റി. അതെ അതെ. ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിപ്പോയി സാധാരണ മനുഷ്യർ. അതാണ് കുഴപ്പം. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ പറയൂ. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ദിഭവൻ സാറിനോട് പറഞ്ഞ് അവസാനിപ്പിക്കാം. സാർ വേണ്ടി. ഏതായാലും ഇന്നത്തെ പ്രോഗ്രാം ഗംഭീരമായിരുന്നു. 2000 കൊല്ലങ്ങൾക്ക് മുമ്പേ തന്നെ തിരുവള്ളുവർ ഇന്ന് നാം കാണുന്ന പലതെയും പച്ചയ്ക്ക് പറഞ്ഞിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു വിചാരം. അത് ശരിക്കും ആ ലാസ്റ്റ് കുറൾ തല വടിക്കുന്നതും മുട്ടയടിക്കുന്നതും വേഷമാണ്. അത് ചെയ്യാതെ നല്ല പ്രവൃത്തി ചെയ്യുക എന്നുള്ളത് ഒരു നല്ല മെസ്സേജാണ്. അതേതോ ഇന്ന് കാണുന്നത് കണ്ട് എഴുതിയത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു സർ. ഒന്നുകിൽ മുടി നീട്ടുക അല്ലെങ്കിൽ മുടി വെട്ടിക്കളയുക. ഈ രണ്ട് രീതിയിലല്ലാതെ സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതില്ലാതെ ഈ പറയുന്ന വ്യത്യസ്തരായ മനുഷ്യരാകുന്നില്ല. അപ്പൊ പൊതുവെ ഒരു കപടതയുടെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് ഇതിനെ മുട്ടയടിക്കുന്നതൊക്കെ കാര്യം സാധിക്കാനാണ്. അല്ല, രണ്ട് രീതിയിലാണ്. ഒന്നുകിൽ താടിയും മുടിയും മുട്ടയടിക്കുന്നവരുണ്ട്, സന്യാസിമാരും മുട്ടയടിക്കുന്ന സന്യാസിമാരുണ്ട്. നമ്മള് തിരുപ്പതിയിലും വേളാങ്കണ്ണിയിലൊക്കെ പോയി മുട്ടയടിക്കുന്നത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ മുട്ടയടിക്കുന്നതും എന്താണ് ദീക്ഷ, സന്യാസിമാരിൽ ദീക്ഷയുണ്ട്. ദീക്ഷ എന്ന് പറഞ്ഞാൽ അവര് പലതും മറ്റേ ത്യജിക്കുകയാണ്. അതാണ് അന്നത്തെ കോൺസെപ്റ്റ്. പക്ഷേ ഒന്നുപോലും എല്ലാം കളഞ്ഞു. നമ്മളൊക്കെ ഇപ്പൊ കാശിയിൽ പോകുമ്പോൾ നമ്മൾ പറയും, കാശിയിൽ പോകുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യം കളയണം എന്ന് പറയുന്നു. ഇത് അന്ന് പോലും തിരുവള്ളുവർ മനസ്സിലാക്കി അതിനകത്തും കപട ആൾക്കാരുണ്ട്. ചാണക്യന്റെ ഇത് വായിച്ചാലും അറിയാം, അന്ന് പോലും ഈ മറ്റേ അഴിമതിയും കള്ളക്കടത്തും അല്ലെങ്കിൽ വഞ്ചനയും കൈക്കൂലിയൊക്കെ ഉണ്ട്. അന്ന് ഇപ്പൊ മനുഷ്യനുള്ള കാലം മുതലുണ്ട് ഇത്. മനുഷ്യനല്ലേ നമ്മൾ വലിയ ഹൈലൈറ്റ് പറയുന്നു. അല്ലെങ്കിൽ ദൈവമായി പോകൂലേ സാറേ? ഇല്ല സാർ, അതിൻ്റെ അകത്തൊരു വ്യത്യാസം എന്നാണെന്നറിയോ? നമ്മള് ആധ്യാത്മിക തലത്തിൽ നിന്നുകൊണ്ട് ഇത് ചെയ്യുമ്പോഴാണ് കുഴപ്പം. സാധാരണ ഒരു വ്യക്തിയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ നമ്മളെന്തെങ്കിലും ചെയ്തു, സാധാരണ മനുഷ്യൻ, പക്ഷെ ഇതങ്ങനെയല്ല. വ്യത്യാസമുണ്ട്. ലീഡർ ഒരു ഇന്ന് ആ വ്യത്യാസം ഇല്ല. ഇന്നെന്ന് വെച്ചാൽ പണം പരിഹാരം ഉണ്ടാവില്ലേ? ഇങ്ങനെ പറയത്തില്ലേ, ആസനത്തിൽ ആളുകൾ എടുത്തു കഴിഞ്ഞാൽ അതും തണലെന്ന് പറയുന്ന ആ ഒരു അവസ്ഥയില് പണത്തിന്റെ ഒരു പിൻബലത്തിലെല്ലാം സോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു പണത്തിന് മുകളിൽ പരുന്തും പറക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ. ഇന്നലെ ആ മെത്രാൻ പറഞ്ഞ പ്രസംഗം അത് പ്രാവർത്തികമാണെങ്കിൽ സ്വർഗത്തിലോട്ട് ഇനി വേറെ പോണ്ട. എന്തൊരു നല്ല പ്രസംഗമായിരുന്നു അറിയാമോ? അത് നമുക്ക് നേരെ പോയി ഒന്ന് അന്വേഷിച്ചാൽ മതി ആളെങ്ങനെയുണ്ടെന്ന് നമുക്ക് അറിയാം. അല്ല, അച്ഛന്മാരായിരുന്നു കൂടുതലും. എല്ലാരും ഈ പട്ടം കിട്ടുമ്പോ ശ്രദ്ധിച്ചു. എവിടെ കേട്ടത് അച്ഛനും ഒക്കെ? ഇന്നലെ പേരൊന്നും പറയണ്ട. അതല്ല, അതുകൊണ്ടല്ല പറഞ്ഞേ.
പട്ടം ഉണ്ടായിരുന്നു. ആത്മീയതയുമായിട്ട് നമ്മൾ ചേർന്ന് വരുമ്പോൾ നമ്മൾ അകന്ന് പോകും. ഇതാണ് ആത്മീയത എന്ന് പറയുന്നത്. സാറേ ഞാൻ ഇന്നലെ വാട്സപ്പിൽ ഒരു കഥ ഒരാൾ അയച്ചത് കേട്ടു. അതില് ഈ പണ്ടത്തെ ചക്രവർത്തികളുടെ കഥയാണ്. ഒരു ചക്രവർത്തി ചോദിക്കുകയാണ്, രാജാവ് ഇതിനോട്, അവരുടെ രാജസദസ്സിലുള്ള മാന്യന്മാരുണ്ടാവുമല്ലോ, വലിയ വലിയ വ്യക്തികളൊക്കെ, അവരോട് ചോദിച്ചു, ഒരു കുഴിയിൽ വീണാല് പിന്നെ രക്ഷപ്പെടാൻ വിഷമമാണ്, അത് ഏത് കുഴിയാണ്? അപ്പൊ ആർക്കും ഉത്തരം പറയാൻ പറ്റിയില്ല. അപ്പൊ അതില് പ്രധാന പുരോഹിതനോടോ മന്ത്രിയോടോ മറ്റോ പറഞ്ഞു, നിങ്ങളിത് കണ്ടുപിടിച്ച് ഇതിന് ഉത്തരം കണ്ടുപിടിച്ച് വരണം. എനിക്ക് അറിഞ്ഞൂടാ, ആരെങ്കിലും കേട്ട് കാണുമെന്ന്. കേട്ടിട്ടുണ്ടെങ്കിൽ ശരി, ഓക്കെ. കേട്ടില്ലെങ്കിൽ ഞാൻ പറയാണ്. അപ്പൊ ഏത് കുഴിയാണെന്ന് കണ്ടുപിടിച്ച് വരണം എന്ന് പറഞ്ഞ് ഇയാളോട് പറഞ്ഞു, മന്ത്രിയോട്, അല്ലെങ്കിൽ തനിക്ക് അതിനുള്ള ശിക്ഷ കിട്ടും. മന്ത്രി ആകെ വിഷമിച്ച് അങ്ങനെ പോകുമ്പോൾ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനെ കണ്ടു. അയാൾ ചോദിച്ചു എന്താണ്? അയാൾ ഒരു താഴ്ന്ന നിലയിൽ താഴ്ന്ന ജാതിയിലുള്ള ഒരാളാണ്. മന്ത്രിയോട് ചോദിച്ചപ്പോൾ മന്ത്രി പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഞാൻ ആകെ ഡിപ്രസ്ഡാണ്, എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് സൂസൈഡ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ കൂടെ വാതിലോട്ട് വിളിച്ചു. ഞാൻ ഇതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു തരാം, പക്ഷേ താങ്കൾ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കണം. ഓക്കെ, സമ്മതിച്ചു. ചില താഴ്ന്ന ജാതിക്കാരുടെ വീട്ടിൽ പോകാൻ സമ്മതിച്ചു. ഞാൻ ഭക്ഷണം കഴിച്ചതിൻ്റെ ബാക്കി നിങ്ങൾ കഴിക്കണം, ഞാൻ വെള്ളം കുടിച്ചതിൻ്റെ ബാക്കി നിങ്ങൾ കുടിക്കണം, ഞാൻ ഇത്രയും രൂപ തരാം. ആദ്യം പറഞ്ഞു എൻ്റെ വീട്ടിൽ വരികയാണെങ്കിൽ ഞാൻ ഇത്രയും രൂപ തരാം, പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ ഇത്രയും രൂപ തരാം, നിങ്ങൾക്ക് അതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ സാരമില്ല, ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമായ പൈസ തരാം, നിങ്ങൾ അതുകൊണ്ട് ജീവിച്ചോ. അപ്പൊ ഇത് പറഞ്ഞ സമയത്ത് ഇയാളെല്ലാം സമ്മതിച്ചപ്പോ ആ ആള് പറഞ്ഞു, നിങ്ങൾക്ക് രാജാവ് ചോദിച്ചതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടി. ദുരാഗ്രഹം ആ ഒരു കുഴിയിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഉയരാൻ പറ്റില്ല. നിങ്ങൾ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ പിറന്ന ഒരാള് എന്നെ പോലെ ഒരാളുടെ വീട്ടിൽ വരാതെ നിങ്ങൾ സമ്മതിച്ചു. ഞാൻ ഭക്ഷണം കഴിച്ചതിനെ ബാക്കി പോലും നിങ്ങൾ കഴിക്കാൻ നിങ്ങൾ സമ്മതിച്ചു, കാരണം നിങ്ങൾക്ക് ഞാൻ പൈസ തരാന്ന് പറഞ്ഞു. അപ്പൊ ആ പൈസയിൽ നിങ്ങൾ വീണു. അപ്പൊ അന്നും ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ള ദുരാഗ്രഹവും ആ ദുരാചാരം എന്നൊക്കെ പറഞ്ഞത്. ആ മനസ്സിന് പോയില്ല. ഞാൻ പണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞുകൊണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചില ഒരു പാമ്പ് ഒരു തവളേനെ വിഴുങ്ങുകയാണ്. പാമ്പ് തവളേനെ വിഴുങ്ങി പകുതിയോളം വിഴുങ്ങി കഴിഞ്ഞു. അപ്പൊ ഈ തവളയുടെ പുറകിൽ നിന്നാണ് വിഴുങ്ങണത്. തവളയുടെ തലയൊക്കെ പുറത്താണ്, പാമ്പിന്റെ ഇത് പുറത്താണ്. അപ്പൊ അത് കുറേശ്ശെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഹാഫ് ഉള്ളിൽ കയറി കഴിഞ്ഞു. ആ സമയത്ത് ആ തവളയുടെ മുമ്പിൽ കൂടെ ഒരു പ്രാണി എന്തോ ഒരു സാധനം പോയി. ഉടനെ അത് നാവ് നീട്ടി അതിനെ പിടിച്ചു. ഇവിടെ ജീവൻ പോവാണ്, പകുതി ഉള്ളിൽ പോയി കഴിഞ്ഞു. പക്ഷെ എന്നിട്ടും ആ ഇത് കഴിഞ്ഞിട്ടില്ല. എനിക്ക് വീണ്ടും എനിക്ക് എൻ്റെ ഇരയെ പിടിക്കണം എന്നുള്ള ആ നാവ് നീട്ടി ഉടനെ തവളയുടെ ഇൻസ്റ്റിങ്ക്റ്റ് ആ സമയത്ത് അത് ചെയ്തു. അപ്പൊ അതുപോലെയാണ് നമ്മൾ എത്ര പ്രായമായി കഴിഞ്ഞാലും അതിനാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. എന്താ സാറേ? അതിനാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞ നമ്മൾ എത്ര പ്രായമായി കഴിഞ്ഞാലും ഇപ്പോഴും നമ്മൾ വിചാരിക്കണം നമുക്ക് അത് വേണം, ഇത് വേണം, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ആവശ്യമുണ്ട്. നമുക്കിപ്പോഴും ആ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നില്ല. വാട്ട് ഈസ് അവർ നീഡ് ആൻഡ് വാട്ട് വി വാണ്ട്. ആ വാണ്ട്സും നീഡ്സും തമ്മിലുള്ള വ്യത്യാസം നമുക്കിപ്പോഴും അറിയില്ല. അതാണ് മനുഷ്യൻ വ്യത്യാസം. എന്താണ് നീഡ്, എന്താണ് വാണ്ട്? ഐ വാണ്ട് ടു ഹാവ് ദിസ് തിങ്, ഐ നീഡ് ടു ഹാവ് ദിസ് തിങ്. ഈ രണ്ട് വ്യത്യാസം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ ഇതിൽ നിന്ന് ഇത് കിട്ടും. പറഞ്ഞിട്ട് കാര്യമില്ല. യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തത് 30 വെള്ളിക്കാശിന് വേണ്ടിയിട്ടല്ലേ? ഇപ്പൊ ജനസംഖ്യ കൂടിയത് കൊണ്ട് ഇതെല്ലാം കൂടുതലായിന്നേ ഉള്ളൂ. യേശുക്രിസ്തുവിന്റെ കൂടെ ഇത്രയും കാലം നടന്നിട്ടും ഒറ്റിക്കൊടുത്ത് പൈസ ഉണ്ടാക്കണം തോന്നിയില്ലേ? ഇപ്പോഴത്തെ മനുഷ്യര് അതിലും ഭേദമാണോ? അതിപ്പോ തുടക്കത്തിലേ ആയില്ലേ? ആദം ഹവ്വയെ സൃഷ്ടിച്ച സമയത്ത് മുതൽ തുടങ്ങിയില്ലേ ഇത്? ഈ പറഞ്ഞ സാത്താൻ പാമ്പിന്റെ രൂപത്തിൽ പോയിട്ട് ഹവ്വയെ നിനക്ക് സ്വർഗരാജ്യം കിട്ടും, ഇവിടെ നിന്നാല് ഈ വെള്ളം കഴിച്ചാലെന്ന് പറഞ്ഞിട്ടല്ലേ അന്ന് മുതലേ ഈ തുടങ്ങി പ്രലോഭനം, അന്ന് മുതലേ ഉണ്ട്. അപ്പൊ ഇതിപ്പോ നേരത്തെ ആരോ പറഞ്ഞ പോലെ ഈ പണ്ടത്തെ മനുഷ്യന് പണ്ട് മുതലേ നമുക്ക് ഉള്ളതാണിത്. നമുക്കിത് മാറ്റാൻ പറ്റില്ല. നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള കാര്യമാണ്. നമ്മുടെ എല്ലാവരുടെയും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തി ഒരുപക്ഷെ രക്ഷപ്പെടാൻ പറ്റും.
ഓക്കെ, സോ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? താങ്ക് യു വൺസ് അഗെയിൻ. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും പുതുമായിട്ടിരിക്കാം. നാളെ ഒരു ടെക്നോളജി ബേസ്ഡ് ആയിട്ടൊരു ക്ലാസ്സാണ്. നാളെ വൈസ് അഡ്മിറൽ കണ്ണൻ സാറിൻ്റെ എല്ലാ മാസവും ഒരു ക്ലാസ് സാറ് നമുക്ക് നൽകാറുണ്ട്. വളരെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ്, പ്യുവർ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള വിഷയമാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ആ ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂ ബയോ E3 പോളിസി. തീർച്ചയായിട്ടും അതെന്താണെന്ന് വളരെ കൃത്യതയോടുകൂടി സാർ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഇന്ത്യയുടെ എക്കോണമി ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ ആവിഷ്കരിക്കേണ്ട ചില നേട്ടങ്ങളെക്കുറിച്ചും ചില പ്രവർത്തികളെക്കുറിച്ചുമാണ് സാർ അതിൻ്റെ അത് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഓക്കെ, താങ്ക് യു വൺസ് അഗെയിൻ. താങ്ക് യു ആദിഭവൻ സാർ. താങ്ക് യു സർ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. Thank See you, you sir. and good night.